എന്താ എല്ലാവരും ഇരിക്കുന്നേ? വേണേ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊന്ന് കിടക്കണം ഈ സമയമല്ലേ, ഒന്ന് കിടക്കണം തോന്നിയാൽ കിടന്നുകൂടെ? എന്താ എല്ലാവരും ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നേ? കുറച്ച് പേരെന്താ കിടക്കാത്ത, കുറച്ച് പേരെന്താ നിൽക്കാത്ത, കുറച്ച് പേരെന്താ തലകുത്തി നിൽക്കില്ല. നമ്മളെന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ? ബസ്സിലിരിക്കുന്ന പോലെ. കേട്ടില്ല. ക്ലാസ് കേൾക്കാൻ ഇൻട്രസ്റ്റിന് ഇരിക്കണമെന്നുണ്ടോ? കിടന്നാൽ കേൾക്കാൻ വേണ്ടി മര്യാദക്ക് ഇരിക്കുക. കണ്ടോ കണ്ടോ. ചില മര്യാദയൊക്കെ നമുക്കുണ്ട് അല്ലേ? ഇങ്ങനെ ഇവിടെ കയറി ഇരിക്കുമ്പോൾ ഇങ്ങനെ കസേരയൊക്കെ ഇട്ടതുപോലെ നമ്മൾ ഇരിക്കണം. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ അങ്ങനെ അങ്ങ് ചെയ്യാൻ പാടില്ല എന്ന് അല്ലേ? എല്ലാവരും തന്നെ ഇരിക്കുക. എന്നാൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എല്ലാവരും കൈ ഒരുപോലെയാണോ വെച്ചിരിക്കുന്നത്? കാലൊരുപോലെയാണോ? ചിലർ ക്രോസ് ചെയ്ത് നീട്ടി, ചിലർ കാല് അറ്റൻഷനായിട്ട്. എല്ലാവരും ഇവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ സീറ്റുകളിൽ ഇരിക്കണം എന്നൊരു മര്യാദ ഉള്ളപ്പോൾ തന്നെ ചില സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്കുണ്ട്. കൈ ഇങ്ങനെ വെക്കുന്നവരുണ്ട്, ഇങ്ങനെ വെക്കുന്നവരുണ്ട്, ഇങ്ങനെ മടിയിൽ വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കാല് അങ്ങനെ വെക്കാം, ചെരിഞ്ഞിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചില നിയന്ത്രണങ്ങളും ഉണ്ട്, ചില സ്വാതന്ത്ര്യവും നമുക്ക് ജീവിതത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബസ്സിലാണ് കയറുന്നതെങ്കിൽ ഡ്രൈവറുടെ സീറ്റിൽ പോയി ഇരിക്കുകയല്ലോ നമ്മൾ. കണ്ടക്ടർ സീറ്റിൽ ഇരുന്നാലും എണിപ്പിച്ച് വിടുകയും ചെയ്യും. സ്ത്രീകളുടെ സീറ്റ് നമുക്ക് ഇരിക്കേണ്ട അടുത്ത് ഇരിക്കാനും നിൽക്കേണ്ട അടുത്ത് നിൽക്കാനും ഒക്കെ നമുക്കറിയാം. ഒരു ഓഫീസിലാണെങ്കിൽ നമുക്കറിയാം എവിടെയാണ് നിൽക്കേണ്ടത്, എവിടെയാണ് ഇരിക്കേണ്ടത്, എപ്പോഴാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം. വീട്ടിലാണെങ്കിലും ചില മര്യാദകളൊക്കെ ഉണ്ട്, ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ചിലപ്പം ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാം, ഒന്ന് കിടന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ നിലത്തിരുന്നാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പക്ഷെ പൊതുവെ ഒരു സാമൂഹ്യ മര്യാദ പാലിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഫീലിങ്സ് പോലെ നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. വീട്ടിൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന കാര്യമുണ്ട്. എന്നാൽ നമ്മൾ മറ്റുള്ളവരെന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നും ചെയ്യാറുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി തീരുമാനം എടുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ MYCക്ക് വരാൻ തീരുമാനിച്ചു. ജീവിതത്തിലെടുക്കുന്ന ചില തീരുമാനങ്ങളെന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് 2 തീരുമാനങ്ങൾ പറഞ്ഞ് ചെറിയ ചെറിയ കല്യാണം കഴിക്കാൻ തീരുമാനിക്കാറായില്ലായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം പഠിക്കാം, അല്ല ഇപ്പം കുറച്ച് നേരം പോയി കളിക്കാം, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നില്ലേ? ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കുമ്പോൾ ഇപ്പം അല്ലെങ്കിൽ എന്താ പറയുക, ഒന്ന് ടൗൺ വരെ ഒന്ന് പോകാം, അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊന്ന് പോകാം, കൂട്ടുകാരൻ്റെ അടുത്ത് പോകാം, കൂട്ടുകാരികളെ ഒന്ന് കാണാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങൾ, ബൈബിൾ വായിക്കാം, അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ തീരുമാനിച്ചു പോകും ചിലപ്പോൾ അറിയാതെ അല്ലേ? കുറച്ച് നേരം പ്രാർത്ഥിക്കാം. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പം നിങ്ങളെ അതിനെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ തോന്നലാണോ, ചിന്തകളാണോ, പ്രയോജനത്തെക്കുറിച്ചുള്ള ബോധ്യമാണോ, പേരൻസ് പറയുന്നത് കൊണ്ടാണോ, ദൈവം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണോ? ഇങ്ങനെ നമ്മൾ പൊതുവെ നോക്കിയാൽ നമ്മൾ എങ്ങനെയാണ് തീരുമാനം എടുക്കുക? നിങ്ങളുടെ ഈ ഒരു ഏജിലുള്ള ആളുകൾ എങ്ങനെയാണ് തീരുമാനം എടുക്കുക? എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, പോകാൻ തോന്നി, അല്ലെ ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരം പോയി കളിക്കണം തോന്നി, ഒന്ന് വായിക്കണം തോന്നി, ഉറങ്ങണം തോന്നി. നമ്മൾ പൊതുവെ പറയുന്നത് തോന്നലുകളാണ്. നമ്മളുടെ ഫീലിങ്സ്, നമ്മുടെ ഹൃദയത്തിൽ എന്താണോ താല്പര്യം, നമ്മളുടെ ഫീലിങ്സ് അല്ലെ തോന്നലുകൾ എന്താണോ അതുപോലെ നാം പ്രകടിപ്പിക്കുകയും ജീവിക്കുകയും ഒക്കെയാണ് പൊതുവെ നമ്മൾ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പ്രായത്തിലേക്ക് വരുമ്പോൾ എന്നെ ആരും അങ്ങനെ ഒത്തിരി നിയന്ത്രിക്കേണ്ട, ഒത്തിരി നിർദ്ദേശങ്ങളൊന്നും വരേണ്ട, ഒരുപാട് റൂളൊന്നും വേണ്ട. എനിക്ക് തോന്നിയാൽ ഞാൻ ചെയ്യും, എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ശരി എന്നൊക്കെ പറയുന്നതിനെയാണ് എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ആ പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. അതിന് പറ്റിയ ഒരു നല്ല മലയാള പദം കിട്ടാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഉണ്ടോ ബെന്നി? അങ്ങനെ എന്തെങ്കിലും പറയാമോ? അങ്ങനെ ഒരു അവനവനിസ അത് പൊതുവെ നമ്മൾ തമാശയായിട്ട് പറയുന്നതാണെങ്കിലും മലയാളത്തിൽ ചേരുന്ന പദം ഏതാണ്ട് ഒരു അവനവനിസം. ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ അവനവനിസം എന്ന് പറയുന്ന പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവന് തോന്നുന്നതാണ് ശരി എന്ന് ഉള്ള ആ ഒരിത്. വലിയ വാക്കുകൾ, പ്രകടനാത്മക വ്യക്തിത്വവാദം, സ്വയം പ്രകടന വ്യക്തിത്വവാദം എന്ന വലിയ വാക്കുകളൊക്കെ കണ്ടു. ആ അവനവനിസം, എനിക്ക് എന്താണോ തോന്നുന്നത് അല്ലേ? നമുക്ക് എന്തെല്ലാം തോന്നാനുണ്ട്? എനിക്ക് സന്തോഷം തോന്നാം, സങ്കടം തോന്നാം, നിരാശ തോന്നാം, വെറുപ്പ് തോന്നാം, ദേഷ്യം തോന്നാം. പിന്നെ എന്തൊക്കെയാ തോന്നലുകളുള്ള? കുറച്ച് തോന്നലുകൾ പറഞ്ഞ്, പുതിയ പുതിയ തോന്നലുകൾ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. വേറെ എന്തേലും ഫീലിങ്സ് ഉണ്ടോ? ഇല്ല. ഉണ്ട്, മനസ്സിലുണ്ട്. മിണ്ടാതിരിക്കാം,
ഇതൊക്കെ ഒരു തോന്നലാണ്. നമ്മൾ ചോദിച്ചാൽ മിണ്ടാതിരിക്കാം, ഇതൊക്കെ ഓരോ തോന്നലാണ്. അപ്പോൾ എനിക്ക് മിണ്ടണ്ട എന്നാണ് തോന്നുന്നതെങ്കിൽ ഞാൻ മിണ്ടില്ല. മിണ്ടണമെന്ന് തോന്നിയാൽ മിണ്ടും, ചിരിക്കണമെന്ന് തോന്നിയാൽ ചിരിക്കും, കരയണം തോന്നിയാൽ ചിരിക്കും, വെറുക്കണം തോന്നിയാൽ വെറുക്കും. അതിനെയൊക്കെയാണ് നമ്മൾ സാധാരണ മനുഷ്യർ അങ്ങനെയാണ്. പക്ഷേ സാധാരണ നമ്മൾ അങ്ങനെ എല്ലാം അങ്ങനെ നമ്മൾ പൊതുവെ ഒരു മര്യാദയുള്ള, ജോഹൻ പറഞ്ഞ പോലെ ഒരു മര്യാദയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ദേഷ്യം തോന്നിയാലും അത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിയന്ത്രിക്കും. അപ്പം എനിക്ക് തോന്നുന്നതെല്ലാം അങ്ങ് പ്രകടിപ്പിക്കുന്നതിനെയാണ് എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം അല്ലെ അവനവനിസത്തിൻ്റെ അവതരണം എന്ന് പറയുന്നത്. ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമാണ്. AI ഏറെയാണ്. AI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിർമ്മിത ബുദ്ധി അല്ലേ, ഇംഗ്ലീഷായിരിക്കും നമുക്ക് എളുപ്പം. ടെക്നോളജിയുടെ തലത്തിൽ നിർമ്മിത ബുദ്ധിയുടെ AI-യുടെ ഒരു കാലമാണ്. എന്നാൽ ആശയങ്ങളുടെ തലത്തിൽ ഇത് EI-യുടെ കാലമാണ്, എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസത്തിൻ്റെ കാലമാണ്. കണക്ട് ചെയ്ത് നമുക്ക് ഓർക്കാം. AI നമ്മുടെ സാങ്കേതിക വിദ്യ, നമ്മുടെ സൗകര്യങ്ങൾ, ടെക്നോളജി എന്നല്ലേ പറയുക, അതിൻ്റെ കാര്യത്തിൽ ഇത് AI യുഗമാണ് എങ്കിൽ ഈ നമ്മുടെ ആശയങ്ങളുടെയും ചിന്താഗതികളുടെയും കാഴ്ചപ്പാടുകളുടെയും നിലപാടുകളുടെയും ഒക്കെ തലത്തിൽ ഇത് EI-യുടെ ഏറെയാണ്, കാലമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. EI എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു തലമാണ്. സാമൂഹ്യ മാറ്റത്തിൽ ഇത് രണ്ടും സമാന്തരമായിട്ടാണ് പൊതുവെ പോകുന്നത്. ഒരറ്റത്ത് ടെക്നോളജി അങ്ങനെ AI-യുടെ തലത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പുരോഗമിച്ചു എന്ന് പറയാം. നമുക്ക് ഇങ്ങനെ വ്യത്യസ്തമായി വരുമ്പോൾ അതേപോലെ തന്നെ ചിന്താതലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു അവനവനിസം, എനിക്ക് തോന്നുന്നത് എൻ്റെ ശരി, എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ പ്രകടിപ്പിക്കും, ജീവിക്കും, അതാണ് എൻ്റെ സ്വാതന്ത്ര്യം, അതാണ് എന്നെ സംബന്ധിച്ചുള്ള ശരി, അതാണ് എന്നെ വളർത്തുന്നത്, സന്തോഷിപ്പിക്കുന്നത്, ആരോഗ്യപരമായത് എന്ന് പറയുന്ന ആ ചിന്താഗതിയും അതിന് പാരലായിട്ട് അങ്ങനെ പോവുകയാണുള്ളത്. അപ്പം എല്ലാ കാലഘട്ടത്തിലും സാങ്കേതിക വിദ്യയ്ക്ക് മനുഷ്യൻ പ്രപഞ്ചം ഉണ്ടായ കാലം മുതലേ പുരോഗതിക്കുള്ള സാധ്യതയുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണല്ലോ ഈ പുരോഗതിയൊക്കെ ഇങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഈ ചിന്താഗതികളുടെയും കനലുകൾ, അതിൻ്റെയും തരികൾ മനുഷ്യനുള്ള കാലം തൊട്ടേ കിടക്കുന്നുണ്ട്. എന്നാൽ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ കനലുകൾ ആളിക്കത്തുന്നത്. അപ്പം അന്ന് ആദം തുടങ്ങി ഉണ്ട്, ഞാനാണ് ശരി എന്ന ഒരു ഭാവം ആദമിലാണ് തുടങ്ങിയത്. ദൈവമല്ല, എന്നെ സൃഷ്ടിച്ചവനല്ല, എന്നെ നിർമ്മിച്ചവനല്ല, ഞാനാണ് എൻ്റെ ശരി തെറ്റ് തീരുമാനിക്കുന്നത്, എൻ്റെ നന്മയും തിന്മയും, എൻ്റെ നന്മയും ശരിയും ഒക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് തോന്നിത്തുടങ്ങിയ സമയത്താണ് മനുഷ്യൻ്റെ ഫോൾ അല്ലെ വീഴ്ച സംഭവിച്ചത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം ചില ശരി നല്ലതും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നല്ലത് കഴിക്കാൻ, ഇതാണ് ചെയ്യാൻ നല്ലത് എന്നൊക്കെ ദൈവം ചില ശരികളും ചില നല്ല കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ തനിക്ക് തന്നെ ശരിയും നല്ലതും ഒക്കെ തീരുമാനിച്ചപ്പോൾ, അല്ലെങ്കിൽ തനിക്ക് തന്നെ അവൻ തന്നെ ദൈവമാകാൻ ശ്രമിച്ചപ്പോൾ അതുവഴിയാണ് ഈ ഒരു വലിയൊരു വീഴ്ച സംഭവിച്ചത്. ആ മനോഭാവത്തിനെയാണ് നമ്മൾ ഈ അവനവനിസം എന്ന് പറയുന്നത്. അതായത് എന്നെ ഡിസൈൻ ചെയ്ത ഡിസൈനർ പറയുന്നതല്ല, എനിക്ക് തോന്നുന്നതാണ് ശരി, എനിക്ക് കാണാൻ നല്ലത്, എനിക്ക് മണക്കാൻ നല്ലത്, എനിക്ക് രുചിക്കാൻ നല്ലതെന്ന് തോന്നുന്നതൊക്കെയാണ് എൻ്റെ ശരി എന്ന് പറഞ്ഞെടുത്താണ് മനുഷ്യൻ്റെ വീഴ്ചകൾ. അതിരുകൾ ലംഘിക്കാനായിട്ടുള്ള കുറുക്കു വഴികൾ അന്ന് മുതൽ ഇന്ന് വരെയും മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആദ്യ മനുഷ്യനായ ആദമിന് തന്നോട് മിണ്ടിയ, തന്നെ അങ്ങോട്ട് കാണുന്ന ആ ദൈവത്തെ ഒളിക്കാനായിട്ട് ഒക്കെ ശ്രമിക്കാമെന്നല്ലാതെ ഒഴിവാക്കാനായിട്ട് പറ്റില്ലായിരുന്നു. എന്നാൽ കാലം ഇങ്ങനെ പോകെ ഈ ദൈവത്തെ വികലമാക്കാനും, ദൈവം എന്ന ഒരു കാര്യം ഇല്ല, ദൈവത്തിൻ്റെ അസ്തിത്വം ഇല്ലാതാക്കാനും ദൈവം ഒരു അനാവശ്യമാണ്, ഒരു അലോസരമാണ്, ഒരു ശല്യമാണ് എന്നൊക്കെയുള്ള മനുഷ്യൻ ആശയത്തിലും പ്രായോഗിക തലത്തിലും ഒക്കെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയുള്ള നടപടികൾ മനുഷ്യൻ തുടങ്ങി. അതിൻ്റെ ഒരു അവസാനത്തെ അധ്യായത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം. എന്ത് ദൈവം, എന്ത് ശരി, എന്ത് നിയമം, എന്ത് ധാർമ്മികത, ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നതും ഞാൻ ചിന്തിക്കുന്നതും, ചിന്തയില്ല, എനിക്ക് തോന്നുന്നതും ഒക്കെയാണ് എൻ്റെ ശരി, എൻ്റെ ദൈവം എന്ന് പറയുന്ന ആ തലത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ പോസ്റ്റ് ട്രൂത്ത് ഏറ എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇത് സത്യാനന്തര ലോകമാണ് എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്.
ലോകത്തിൽ ഇന്ന വർഷം തൊട്ടാണ് അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. മോഡേണിസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആധുനിക ലോകം എന്ന്. അത് കഴിഞ്ഞിട്ട് അത്യന്താധുനിക ലോകം, പോസ്റ്റ് മോഡേണിസം എന്ന വാക്കൊക്കെ ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ ഇങ്ങ് വന്ന് നിങ്ങളുടെയൊക്കെ ഈ പ്രായം ഒക്കെ ആയപ്പോഴത്തേക്കും ഒക്കെ അല്ലേ, എന്നോട്ടാ വെന്നി പോസ്റ്റ് ട്രൂത്ത് എറ കൃത്യം കണക്കുണ്ടോ നിങ്ങൾക്ക്? ഏകദേശം നിങ്ങളൊക്കെ ഈ തിരിച്ചറിവായ ഈ കാലത്തെ പോസ്റ്റ് ട്രൂത്ത് എറ, അല്ലെങ്കിൽ സത്യത്തിനും അപ്പുറമുള്ള, എന്നുവെച്ചാൽ സത്യത്തിന് പ്രസക്തിയില്ലാത്ത, സത്യം എന്ന് പറയുന്നത് അങ്ങനെ മൂല്യങ്ങളും സത്യങ്ങളും ഒന്നും ഇന്നതാണ് എന്ന് പറയാനില്ലാതെ ഓരോരുത്തർക്ക് തോന്നുന്നതാണ് ഫാക്റ്റ്, ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തി. ജെൻസി എന്നൊക്കെ ഈ ബെന്നി പി സി ഒക്കെ എപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ജെൻസി എന്ന് പറഞ്ഞാൽ എന്ന് മുതലാന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് മിണ്ടിക്ക്, ജെൻസി എന്ന് പറഞ്ഞാൽ എന്ന് മുതലാന്നുള്ളത്? ഒരു 1990 പകുതികൾ തൊട്ട് 2012 ഒക്കെ വരെയാണ് ജെൻസി. അതിൽ ജനിച്ച ആളുകളായിരിക്കുമല്ലോ നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ജെൻസികളാണ്. നിങ്ങളുടെ ഒരു തത്വശാസ്ത്രമാണ് പൊതുവെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കൂടുതൽ സ്വാധീനമുള്ള ഒരു തത്വശാസ്ത്രം ആണ്, അല്ലെങ്കിൽ ഒരു ആശയഗതിയാണ് ഈ അവനവനിസം. ഇനി അതിനുശേഷം ജെൻ ആൽഫയാണ്. അതെന്താണെന്ന് വെച്ചാൽ സെഡ് കഴിഞ്ഞു, പിന്നെ ആൽഫ ബീറ്റ ഗാമ തുടങ്ങുമായിരിക്കും അല്ലേ? അടുത്തത് തുടങ്ങി. അപ്പോൾ ഇനി സമയമുണ്ടോ? ഒമേഗ വരെ ഇനി കുറേ കാലം എടുക്കും. ബീറ്റയും തുടങ്ങിയോ? അപ്പം ഇപ്പം ഈ ആൽഫയുടെയും ബീറ്റയുടെയും ഒക്കെ ആശയഗതി എന്താണ്? ജെൻസികൾക്ക് ഈ അവനവനിസമാണ് എങ്കിൽ ഞാൻ വിചാരിച്ചു താറുമാറിസമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കേവോസ്, പിന്നെ ഒന്നുമില്ല, അവനവന് തോന്നിയ പോലെ ജീവിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാനുള്ളത് കേവോസ് ആണ്. അല്ലെങ്കിൽ എല്ലാം എന്താ അതെന്താണ്? മനുഷ്യൻ തന്നെ ഇല്ലാതാവുന്നു അല്ലേ? വേറെ എന്തെങ്കിലും ആട്ടെ, അത് നമുക്ക് വരുമ്പോൾ അറിയാം. എന്തായാലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഈ അവനവനിസം അല്ലെങ്കിൽ ഈ എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം എന്നുള്ള ഈ ചിന്താഗതിയുടെ ഒരു സ്വാധീനത്തിലാണ് പൊതുവെ ഇന്ന് ലോകമുള്ളത്. അത് പറയുന്നത് അവനവൻ്റെ വൈകാരികമായ താല്പര്യങ്ങളും വ്യക്തികളുടെ തോന്നലുകളും അല്ലെ വിശ്വാസങ്ങളും ഒക്കെയാണ് ഈ പൊതു തീരുമാനങ്ങളിലേക്കും നിയമങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നത് എന്നാണ്. അല്ലാതെ യാഥാർത്ഥ്യങ്ങളും ചിന്തിച്ചും റാഷണൽ ആർഗ്യുമെൻറ്റ്സ് നടത്തിയും ഒന്നുമല്ല നമ്മൾ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത്. പൊതുവെ സമൂഹത്തിന് ഇഷ്ടം, തോന്നൽ, സുഖം എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അത് ചെയ്യാനായിട്ടുള്ള അനുവാദമൊക്കെ കൊടുക്കുന്നതാണ് നിയമങ്ങളും സമൂഹവും ഒക്കെ ചെയ്യേണ്ടത് എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് താഴോട്ട് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടെ ഫാക്ട്സ് ഇല്ല, ലോജിക് ഇല്ല, ട്രൂത്ത് ഒന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്ക് തോന്നുന്നതാണ്. അതിനെയാണ് നമ്മൾ റിലേറ്റീവ്, ആപേക്ഷികം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നതാണ് എൻ്റെ സത്യം, നിനക്ക് തോന്നുന്നതാണ് നിൻ്റെ സത്യം. എൻ്റെ ശരിയാണ് എൻ്റെ ശരി, നിൻ്റെ ശരിയൊക്കെ വേറെ വേറെയാണ്. എല്ലാവരുടെയും ശരി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല, എല്ലാം റിലേറ്റീവാണ് എന്നാണ് പറയുന്നത്. മൈത്രേനിസം ആണോ? മൈത്രേൻ എന്ന് പറഞ്ഞ ഒരു ഇപ്പം കാണില്ല, മരിച്ചുവോ? ഇല്ല അല്ലേ? അധികം അല്ലെങ്കിൽ തുടക്കുമ്പോഴേ അതായിരുന്നു വന്നുകൊണ്ടിരുന്നത്. മൈത്രേനിസം ഇതാണ്. മൈത്രേയൻ പറയുന്ന എന്ത് ദൈവം, വലിയ ആശയറൊക്കെ വലിയ കാര്യമായിട്ട്, അപ്പോൾ അതിങ്ങനെയല്ലേ, അത് സ്ട്രോമാൻ പാലസില്ലേ, അതല്ലേ ഇതല്ലേ, അങ്ങനെ ആര് പറഞ്ഞു? എന്ത് കണ്ടുപിടിച്ചു? എന്ത് സയൻസ്? എന്ത് റൂള്? പുള്ളി ആകെ ഒരു റൂള് പറഞ്ഞേക്കുന്ന ഭരണഘടന ഇല്ലേ, ഇവിടുന്ന് ഓടിക്കും. അത് പുള്ളി തള്ളി പറഞ്ഞിട്ടല്ലോ, ആകെയിൽ എന്ത് തോന്നുന്നു, എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ പല കുസൃതിയും പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്, പുള്ളി അധികം ഇപ്പം അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഈ മൈത്രേനിസം ഒരു കണക്കിന് അതാണ്. കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം ശരിയാന്ന് തോന്നും, അല്ലെങ്കിൽ ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അപഗ്രഥിച്ച് ലോജിക്കലായിട്ട് റീസൺ ചെയ്ത് നോക്കിയാൽ അയ്യോ അത് വലിയ അബദ്ധമാണ് എന്ന് നമുക്ക് തോന്നുകയും അങ്ങനെയൊന്നും ജീവിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അബ്സല്യൂട്ട്സ് ഒന്നുമില്ല, ദൈവമൊന്നുമില്ല, ഒബ്ജക്റ്റീവ് ഫാക്ട്സ് ഒന്നും നമ്മുടെ വിഷയമല്ല, എല്ലാം വൈകാരികമായ നമ്മുടെ താല്പര്യങ്ങളും ഒക്കെയാണ് എന്ന്. സോഷ്യൽ മീഡിയ ഒക്കെ ഇന്ന് അതാണ് പ്രചരിപ്പിക്കുന്നത്. മിസ്ഇൻഫർമേഷൻസ് ആണ് അധികവും തരുന്നത്. നമുക്കൊരു സുഖം തോന്നുന്നുണ്ടോ, തൽക്കാലം ഒരു രസം തോന്നുന്നുണ്ടോ, അത്രയും മതി. അല്ലാതെ അതിൻ്റെ വെറാസിറ്റി ഒന്നും നമ്മൾ ആരും നോക്കണ്ട എന്ന് പറയുന്നതാണ് ഈ ഒരു ചിന്താഗതിയുടെ ഒരു പശ്ചാത്തലം. ഇതെങ്ങനെയാണ് ഈ ചിന്താഗതിയിലേക്ക് വന്നത് എന്നുള്ളത് നോക്കിയ ഒരു 18ാം നൂറ്റാണ്ട് തൊട്ടാണ് പ്രകടമായിട്ടും ഇങ്ങനെ ഒരു ഇൻഡിവിജ്വലിസം, അതിൻ്റെ അവതരണം എന്നുള്ള ഈ ആശയത്തിലേക്ക് ഇങ്ങനെ വന്നത്. റൂസോയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. റൂസോ അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ്.
ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്. 1712 മുതൽ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പ്രസ്താവനയാണ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് ഹീസ് എവ്രിവെയർ ഇൻ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ്. സംസ്കാരത്തിൻ്റെ, കൾച്ചറിൻ്റെ, രാജ്യ നിയമങ്ങളുടെ, മതത്തിൻ്റെ, ദൈവത്തിൻ്റെ ഒക്കെ ബന്ധനത്തിലാണ്. അവനെ സ്വതന്ത്രനായി വിടുക, അവൻ്റെ പ്രകൃതിക്കനുസരിച്ച് ഈ പ്രകൃതിയിൽ ജീവിക്കാൻ അനുവദിക്കുക, അതാണ് അവനെ വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചിന്താഗതിയോടുകൂടെ വിദ്യാഭ്യാസ പുതിയ ഒരു ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ്റെ അതൊക്കെ കുറേയൊക്കെ ഗുണകരമാണ്. കാരണം ഫ്രഞ്ച് അന്ന് വലിയ കിരാത ഭരണത്തിന് കീഴിലാണ്. ഏകാധിപത്യ ടോട്ടലിറ്റേറിയനിസം അല്ലെ, ഏകാധിപത്യത്തിൻ്റെ ഒരു ചങ്ങലക്കെട്ടുകൾ അനുഭവിക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു സ്വതന്ത്ര ചിന്തയുടെ ഒരു ആവിഷ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷേ അത് മറ്റേ എക്സ്ട്രീമിലേക്ക് പോയി. ഈ മൂല്യങ്ങൾക്കും നിയമങ്ങൾക്കും ഒന്നും പ്രസക്തിയില്ലാത്ത അവനവനിലേക്ക് പോകുന്ന ഒരു തലത്തിലേക്ക് പോയി. അപ്പം ഇതിനെല്ലാം ഈ ചിന്തയ്ക്ക് ഒരു കാരണമായിട്ട് ആ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അത് തെറ്റായിട്ടുള്ള ഉപയോഗത്തിലേക്ക് അത് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ അവനവൻ എന്നുള്ള ഒരു പ്രാധാന്യം, ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യം, വ്യക്തിയുടെ അവകാശങ്ങൾ, അതിനുവേണ്ടി നല്ല ഒരർത്ഥത്തിൽ പറഞ്ഞു തുടങ്ങിയതാണ് റൂസോയുടെ ഒരു ചിന്ത. കാരണം മറ്റ് സമൂഹത്തിന് പറയുന്നതും താല്പര്യം, അല്ലെങ്കിൽ ഒരു ഏകാധിപതിക്ക് തോന്നുന്നതാണ് എല്ലാവരും, അതൊരു അടിമത്വമാണ്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന ചിന്തയാണ്. പിന്നെ വന്നത് ഒരു പ്രസ്ഥാനമാണ് റൊമാൻറ്റിസിസം. അത് 1800കളിൽ വന്നതാണ്. അത് വികാരത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കും. നമ്മളുടെ വികാര സമ്പൂർത്തി, അതിനെ ആ വികാരത്തിന് നമ്മൾ അവതരിപ്പിക്കണം, അതിൽ സംതൃപ്തി കണ്ടെത്തണം എന്ന് പറഞ്ഞ് ചിന്തകളെക്കാൾ കൂടുതൽ വികാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വേർഡ്സ്വർത്തും അതുപോലെയുള്ള സാഹിത്യകാരന്മാരും അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ അവരുടെ ചിന്താഗതികളുടെ ഒരു സ്വാധീനമാണ് ഈ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അത് പ്രകൃതിക്ക്, വ്യക്തിക്ക്, അവൻ്റെ ഉള്ളിലെ തോന്നലുകൾക്ക് ഒക്കെ വലിയ പ്രാധാന്യം കൊടുത്തു. അതോടൊപ്പം അത് ചെയ്തൊരു കാര്യം, അധികാരങ്ങളൊന്നുമില്ല, ആരെയും നിയന്ത്രിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പതുക്കെ അവനവന് തോന്നുന്നതാണ് ശരി എന്ന ഒരു തലത്തിലേക്ക്, അതൊക്കെ ഈ ചില അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് എങ്കിലും അത് വന്ന് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന തലത്തിലേക്ക് എത്തി. പിന്നെ അമേരിക്കയിലെ 1800കളിൽ ചില ചിന്താഗതികൾ ട്രാൻസെൻഡൻ്റലിസം അല്ലേ, അത്ര മതി ഉണ്ടോന്നു, മറ്റേ ശശി തരൂരും എല്ലാം വേണ്ടി വരും വായിക്കാൻ. അപ്പോൾ നമ്മുടെ ഇൻഡ്യൂഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താഗതി. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ അന്തർജ്ഞാനം അല്ലെങ്കിൽ ഈ സ്വയജ്ഞാനം, പുറമേ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അറിവുകളും ഫാക്ട്സും അല്ലെങ്കിൽ ഡോഗ്മാസും നമ്മുടെ നിയമങ്ങളും ഒന്നുമല്ല, അവനവന് തോന്നുന്ന അതിന് കുറച്ചുകൂടെ പ്രാധാന്യം അവൻ്റെ ഉള്ളിൽ, അതിൽ കുറച്ച് വേറെ പ്രകൃതിയായിട്ട് ബന്ധപ്പെടുന്ന, വേറെ ദൈവമായിട്ട് പ്രകൃതിയെ കാണുന്ന അങ്ങനെയുള്ള കുറേ ചിന്താഗതികളൊക്കെ അതിലുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും ഒരു അവനവൻ എന്നുള്ള ഒരു കേന്ദ്രീകരണത്തിലേക്ക് വരുന്ന ഒരു ചിന്താഗതിയായിരുന്നു. പിന്നെ ഡാർവിൻ പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചപ്പോൾ അതും ഒരു നിലവിലുള്ള സംവിധാനങ്ങളുടെയും ചിന്താഗതികളുടെയും ആശയഗതികളുടെയും ഒക്കെ ഒരു നിഷേധമായിട്ട് മനുഷ്യനിലേക്ക് അത് വന്നു. അപ്പോൾ ദൈവം സൃഷ്ടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയല്ല, തനിയെ ഇങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന തലത്തിലേക്ക് ചിന്തിക്കും. ഒരു വ്യത്യസ്തമായൊരാശയം, അങ്ങനെ എസ്റ്റാബ്ലിഷ് ഐഡിയസിന് അപ്പുറമായിട്ട് വേറൊരു ചിന്താഗതി ഉണ്ട് എന്നതൊക്കെ ഈ നിലവിലുള്ള തത്വങ്ങളെയും നിയമങ്ങളെയൊക്കെ മാറ്റിവെക്കാനായിട്ടും അതിനെ അതിലംഘിച്ച് പോകാനുമായിട്ടുള്ള ഒരു പ്രവണത, ഒരു പ്രോത്സാഹനം അതുകൊണ്ടുവന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഈ മേഖലയിൽ വലിയ സംഭാവന ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. ദോഷം ചെയ്ത ഒരാളാണ് അദ്ദേഹമാണ്. ഈ സെക്ഷൽ ഡിസയർ മനുഷ്യൻ്റെ ഒരു ഫണ്ടമെൻ്റൽ എർജാണ്, മനുഷ്യൻ്റെ ഏറ്റവും ഇപ്പോൾ അംഗീകാരം എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്, മനുഷ്യന് അംഗീകാരമൊക്കെയാണ് വേണ്ടതെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ത്വര എന്ന് പറയുന്നത് ലൈംഗിക ദാഹമാണ്. അത് തൃപ്തിപ്പെടുത്താനായിട്ട് അവന് കഴിയണം, അപ്പോഴേ അവൻ പൂർണ്ണനാവുകയുള്ളൂ, അവൻ അങ്ങനെ പൂർണ്ണത കൈവരിക്കുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹത്തിന് ഒത്തിരി പല ആശയങ്ങളുണ്ട്. ഈ മനഃശാസ്ത്രപരമായ പല തത്വ, ഈഗോ, സൂപ്പർ
സൂപ്പർ ഈഗോ, ഈഡിപ്പസ് കോംപ്ലക്സ്, ഇങ്ങനെയുള്ള ആ ടേമുകളൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. അതൊക്കെ നമ്മുടെ മനഃശാസ്ത്ര മേഖലകളിൽ ഒരു കാലത്ത് ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്നു. ഇന്ന് അതൊക്കെ കടന്ന് മാറിപ്പോകുന്നുണ്ട് ചിന്തകളൊക്കെ എന്ന് പറയും. കാരണം ഈ ഉള്ളിലുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്ക് തോന്നുന്നതല്ലേ, അല്ലാതെ അതൊക്കെ പിന്നെയും മാറ്റങ്ങൾക്കും വ്യത്യാസങ്ങൾക്കും ഒക്കെ വിധേയപ്പെടുന്നതാണ്. എന്നാലും ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് സെക്ഷൽ ഡിസയേഴ്സ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ചിന്താഗതി, അദ്ദേഹം 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അത് വലിയ ഒരു മാറ്റം. ആളുകളുടെ ഉള്ളിലുള്ള മൃഗീയ തൃഷ്ണകളെ അടക്കി വെച്ചിരിക്കുന്നതിനെ തുറന്നു വിടാനായിട്ടുള്ള ഒരു ആശയപരമായ ഒരു സ്വാതന്ത്ര്യവും അടിത്തറയൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പുറത്തോട്ട് വരും. അത് സമൂഹത്തിൽ വലിയൊരു സ്വാധീനം, സെക്സ് കേന്ദ്രീകരിച്ച് അതിൻ്റെ ആവിഷ്കാരത്തിന് വേണ്ടി അത് സമൂഹത്തിൽ വലിയൊരു വ്യത്യാസം അങ്ങനെ വരുത്തിയിട്ടുണ്ട്. പിന്നെ അമേരിക്കയിൽ 1960 ശേഷം വിയറ്റ്നാം യുദ്ധം തോക്കുകയും അവിടെ ഉണ്ടായ കുറേ അമേരിക്ക എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്താഗതികളും അതാണ് എല്ലായിടത്തേക്കും ഇങ്ങനെ പ്രേഷണം ചെയ്യുന്നതെന്നുകൊണ്ടാണ് ആ ചരിത്രം നമ്മൾ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ അവരുടെ ഇടയിൽ ഒരുപാട് ഒരു മോഹഭംഗം ഉണ്ടാക്കി, ഡിസില്യൂഷൻമെൻ്റ് ഉണ്ടാക്കി. അവർ അധികാരത്തെ ചോദ്യം ചെയ്യാനും അവരിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ മാറി. ഹിപ്പീസൊക്കെ ആ കാലഘട്ടത്തിൽ വന്നു. എന്നുവെച്ചാൽ ലേശം കഞ്ചാവൊക്കെ അടിക്കുക, ഇങ്ങനെയൊക്കെ നടിക്കുക, പാട്ടൊക്കെ പാടി ഡിസ്കോ, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ വന്നു. ഒരു അരക്ഷിതാവസ്ഥ, ആരിലും ഒരു പ്രതീക്ഷയില്ലായ്മ, അധികാരങ്ങളൊക്കെ പരാജയമാണ് എന്ന തോന്നൽ. അപ്പോൾ ആ ചിന്താഗതിയിൽ അവനവന് തോന്നിയ പോലെ അവനവൻ ആസ്വദിക്കുക, ജീവിക്കുക എന്ന ഒരാശയമൊക്കെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു. അപ്പം ഈ ചിന്താഗതികളെയും ഈ ആശയങ്ങളെയൊക്കെ എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം എന്ന് പേര് വിളിച്ചത് റോബർട്ട് ബെല്ല എന്ന് പറയുന്ന ഒരു അമേരിക്കൻകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ഹാബിറ്റ്സ് ഓഫ് ദി ഹാർട്ട്, ഹൃദയത്തിൻ്റെ സ്വഭാവം, അല്ലേ? ആ പുസ്തകത്തിലാണ് ഈ ടേം ആദ്യം ഉപയോഗിച്ചത് എന്നാണ്. അദ്ദേഹത്തിന് മലയാളം അറിയില്ലായിരുന്നു, അതുകൊണ്ട് അതിൽ മലയാളം അദ്ദേഹം എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങ് ശ്രമിക്കുകയാണ്. അദ്ദേഹം അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല, നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ മനോഭാവത്തെ, ഈ ചിന്താഗതിയെ അദ്ദേഹം അങ്ങനെ വിളിച്ചിരുന്നു. പിന്നീട് ഒരു 80കളൊക്കെ ആയപ്പോഴത്തേനും പള്ളികൾ ഒക്കെ അപ്രസക്തമായി അല്ലെങ്കിൽ അനാഥമായി തുടങ്ങി. ദൈവവും പള്ളിയും ഒന്നും വേണ്ട എന്നുള്ള ഒരു ചിന്താഗതി ലോകത്തിലെല്ലായിടത്തും വളരെ പെട്ടെന്ന് വഹിച്ചു. ഈ ഒരു വൺ വേൾഡ് സിസ്റ്റം ആകുന്നതോടുകൂടെ നമ്മുടെ ഇൻ്റർനെറ്റും അങ്ങനെയുള്ള വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി വന്നതോടുകൂടെ എല്ലായിടത്തുമുള്ള ചലനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടു. പൊതുവെ ലോകത്തിൽ ഈ ആശയത്തികളിലൊക്കെ അങ്ങനെ പ്രചരിച്ചു. ഇതൊരു സമഗ്രാധിപത്യത്തിൻ്റെ, അടിച്ചമർത്തലിൻ്റെ, ഏകാധിപത്യത്തിനോടൊക്കെ എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള ആ അധീശത്വത്തോടുള്ള ഒരു പ്രതിഷേധം പോലെ സ്വാഭാവികമായിട്ടും കാലങ്ങൾ കൊണ്ട് വന്ന ഒരു ചിന്താഗതിയാണ് എങ്കിലും ആ ചിന്താഗതി ഈ അവനവനെ പ്രകടിപ്പിക്കുക എന്നത് മറ്റേ എക്സ്ട്രീമിലേക്ക്, തെറ്റായിട്ടുള്ള മറ്റേ അറ്റത്തേക്ക് പോയി എന്നുള്ളതാണ് നമ്മളെ ഇന്ന് ഇത് ചർച്ച ചെയ്യുന്നതിനും ഇതിൻ്റെ ദോഷവശങ്ങൾ അല്ലെങ്കിൽ ഇത് ചെലുത്തുന്ന തെറ്റായ സ്വാധീനം എന്തൊക്കെയാണെന്ന് ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നത്. എന്താണ് എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം എന്ന അതിൻ്റെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടത്. അത് എത്രത്തോളം നമ്മയൊക്കെ സ്വാധീനിച്ചു. ഇപ്പോൾ ഒരു സർവേ നടന്നല്ലോ, ഒരു പോസ്റ്റ് ക്യാമ്പസ് സർവേ. അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ ചോദ്യം ആൽബിനെ? ഓർക്കണ്ടോടാ? ഞാൻ നോക്കാം. നിങ്ങൾ ഉത്തരം എഴുതിയില്ല. ഒരു ചോദ്യം, എന്നെ തന്നെ കണ്ടെത്താൻ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. ടു ഫൈൻഡ് മൈസെൽഫ് ഐ മസ്റ്റ് ലുക്ക് ഡീപ്പ് ഇൻസൈഡ് മൈ ഓൺ ഹാർട്ട്. കുറച്ച് പേര് ഉത്തരം എഴുതിയിട്ടുണ്ട്. 10-30 പേരാണ് അത് അറ്റൻഡ് ചെയ്തെന്ന് തോന്നുന്നു അതുവരെ. അപ്പോൾ അധികം പേരും അതിൻ്റെ അവസാനത്തെ അതാണ് ടിക്ക് ചെയ്തിരിക്കുന്നത്. അതെ, ശരിയാണ്, എന്നെ തന്നെ മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ ഉള്ളിലേക്കാണ് നോക്കേണ്ടതെന്ന്. അതിലിപ്പോൾ എന്നെ ശരിയേട്, പിന്നെ എന്നെ മനസ്സിലാക്കാൻ നിന്നെ നോക്കിയാൽ മതിയോ? അപ്പോൾ ആ ഒരു ചിന്തയിലായിരിക്കും അത് ടിക്ക് ചെയ്തത് എന്ന് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. നമുക്കറിയാം, ഐ ഡോണ്ട് കെയർ ഹൂ ആർ യു ടു പോലീസ് മീ അല്ലെങ്കിൽ ഗൈഡ് മീ, ഇൻസ്ട്രക്ട് മീ. ഇത് നമ്മുടെ ഒരു ഒരു ചിന്തയാണോ? നമുക്കൊക്കെ ആ ഒരു ചിന്തിക്കുന്ന ഒരു മനസ്സാണോ ഉള്ളത്? നീ ആരാ എന്നെ ചോദ്യം ചെയ്യുക? എനിക്ക് തോന്നണല്ലേ ഞാൻ ചെയ്യേണ്ടത്. ഐ ആം വാട്ട് ഐ ഫീൽ. എനിക്ക് എന്താണോ
തോന്നുന്നത് അതാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ താല്പര്യം എന്താണോ അതാണ് ഞാൻ. നിങ്ങളാരാ അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ പറയാനാണ് നമ്മുടെ ചോദ്യം. ഐ ഫീൽ ദെർഫോർ ഐ ആം റൈറ്റ്. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ തിങ്ക് ദെർഫോർ ഐ ആം എ മാൻ, അല്ലെ ദെർഫോർ ഐ ആം എന്താ പറഞ്ഞത്, ദെർഫോർ ഐ ആം. അതാണ് ഞാൻ എന്ത് ചിന്തിക്കുന്നത് അതാണ് ഒരു കാലത്ത് അല്ലെങ്കിൽ പൊതുവെ ശരിയെന്ന് മനുഷ്യൻ കരുതിക്കൊണ്ടിരുന്നത്. എൻ്റെ ചിന്തകൾ എത്രത്തോളം ശരിയാണോ അത്രത്തോളം ഞാൻ ശരിയാണ്, ചിന്തകൾ തെറ്റിയാൽ ഞാൻ തെറ്റാണ്. പക്ഷെ ഇപ്പം പറയുന്നത് എനിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ എന്നാണ് പറയുന്നത്. അതിന് വേറൊരാൾക്ക് ചോദ്യം ചെയ്യാനായിട്ട്, ജഡ്ജ് ചെയ്യാനായിട്ട്, ശരി തെറ്റ് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയില്ല. ഐ എക്സ്പ്രസ് വാട്ട് ഐ ഫീൽ, therefore that is who I am. എനിക്ക് എന്താണോ തോന്നുന്നത് ഞാനത് പ്രകടിപ്പിക്കും. അതുകൊണ്ട് അതാണ് ശരിക്കും ഞാൻ എന്താണോ എന്നെ പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഗുണമൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്നത് കൃത്രിമത്വം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉള്ളിൽ എന്താണോ അതായിരിക്കും പുറത്ത്. നമുക്ക് പലപ്പോൾ ആളുകളെ മനസ്സിലാക്കാൻ വലിയ പാടാണ്. അവൻ ചിരിക്കുമ്പോൾ ഉള്ളിൽ ശരിക്കും അവൻ അതാണോ ഉദ്ദേശിക്കുന്നത്, സ്നേഹം കാണിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ സ്നേഹം തന്നെയാണോ എന്നൊക്കെ നമുക്ക് ഈ ആർട്ടിഫിഷ്യാലിറ്റി, ഹിപ്പോക്രസി എന്ന് പറയും. കർത്താവ് വളരെ വെറുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആളുകൾ അങ്ങനെ ഹിപ്പോക്രൈറ്റ്സ് അല്ല. അവരുടെ ഉള്ളിൽ എന്താണോ അത് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ ഒതൻറ്റിക്കാണ്, ജെനുവിനാണ് എന്നൊക്കെ പറയും. മൈ ഹാപ്പിനെസ് ഈസ് മൈ റൈറ്റ്, നോ ലിമിറ്റ്സ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ? നോ ലിമിറ്റ്സ്. ആരും എന്നെ നിയന്ത്രിക്കാനായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനോ ഇല്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ശരി, എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം. എൻ്റെ ഉള്ളിലുള്ളത് പ്രകടിപ്പിക്കുന്നതാണ് എൻ്റെ ഒതൻറ്റിസിറ്റി. ഇല്ലെങ്കിൽ ഞാൻ ഹിപ്പോക്രൈറ്റാണ്. ദൈവം ഒരു അലോസരമാണ്. ദൈവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാർഗനിർദ്ദേശങ്ങൾ തരുന്ന, ഇത്രയേ പോകാവുള്ളൂ, ഇങ്ങനെയേ പോകാവുള്ളൂ, ഇതൊക്കെ ചെയ്യാവുള്ളൂ, ഇത്രയൊക്കെ അനുഭവിക്കാവുള്ളൂ, ആസ്വദിക്കാവുള്ളൂ എന്നിങ്ങനെ വിലക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ദൈവത്തെ പൊതുവെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ദൈവം ഇല്ലാതിരുന്നാലേ എനിക്ക് എൻ്റെ ശരി എനിക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ആണാണ് പെണ്ണാണ്, അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണ്, മൃഗമാണ് എന്നൊക്കെ പറയുന്ന പ്രകൃതിയിൽ നമുക്ക് ചില നിശ്ചയങ്ങളുണ്ടല്ലോ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആണ് പെണ്ണ് ഇതൊക്കെ തോന്നലുകളാണ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങൾ കേൾക്കും. സാമൂഹ്യ നിയമങ്ങൾ, മര്യാദകളെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയല്ലോ. എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം, എപ്പോൾ പോകണം, എപ്പോൾ മിണ്ടണോ, എങ്ങനെയൊക്കെ പെരുമാറണോ, അല്ലേ? ആ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലനുസരിച്ച് ഈ മര്യാദകളൊന്നും അതൊക്കെ അവരവർക്ക് തോന്നും. ഇതാരെ ഇതൊക്കെ നിശ്ചയിക്കാനായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് എൻ്റെ ഫീലിങ്സാണ് ശരി. വ്യക്തിയുടെ സന്തോഷം നടപ്പിലാക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ. ഇതൊക്കെയാണ് ഈ EIയുടെ എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസത്തിൻ്റെ മനോഭാവങ്ങളും വാക്കുകളും ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഇതല്ലേ, ഇപ്പോൾ എല്ലാം പൊതുവെ കേൾക്കുന്ന ചിന്താഗതികളും പറയുന്ന കാര്യങ്ങളൊക്കെ ഇതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യൻ്റെ സ്വാർത്ഥതയും തിന്മയുമാണ് സത്യത്തിൽ. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറ്റബോധത്തെ പണ്ടൊക്കെ നമ്മൾ അങ്ങനെ തെറ്റായ താല്പര്യങ്ങളും തെറ്റായ ചിന്തകളും തെറ്റായ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒതുക്കി വയ്ക്കും. കാരണം നമുക്ക് ആളുകളെ പേടിയാണ്, ദൈവത്തെ പേടിയാണ്, മാതാപിതാക്കളെ പേടിയാണ്, സമൂഹത്തെ പേടിയാണ്. പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള താല്പര്യം. പക്ഷെ മര്യാദകൾ കാരണം നമ്മളത് ചെയ്യില്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ മര്യാദകളെ അങ്ങോട്ട് ഇല്ലാതാക്കും. അതിനു കണ്ടെത്തിയ ഒരു ഫിലോസഫിയാണ് എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം. നമുക്കൊരു ഒരു 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 ഐഡിയോളജിക്കൽ ബേസിസ് വേണം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു? അപ്പം നമ്മുടെ കുറ്റബോധം മാറണം. മനസാക്ഷിയുടെ കുറ്റബോധം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു തത്വ നിലപാടാണ് എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സ്വഭാവ അതിൻ്റെ പ്രകടനങ്ങളെ ഇങ്ങനെയുള്ള വാക്കുകളിലൂടെയും രീതികളിലൂടെ ഒക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ചില സ്വഭാവ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ? ഇച്ചിരി പ്രയാസമായിരിക്കും. FIDI, ഫിഡി, ഇംഗ്ലീഷിലെ പിടിയാണ്, മലയാളത്തിലെ പിടിയല്ല. FIDI അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞ് അറിയാവുന്നവർ? FIDI എന്തൊക്കെയായിരിക്കും അറിയാവുന്നവർ പറഞ്ഞാൽ മതി. ഇല്ലേ? അറിയാം? പറയാൻ തോന്നുന്നില്ല. അതാണ് എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം. ഫീലിങ്സ്, ഇൻസ്റ്റിങ്സ്, ഡിസയേഴ്സ്, ഇൻറ്റ്യൂഷൻസ് എന്ന 4 വാക്കുകളുടെ ആദ്യാക്ഷരം ചേർന്നുള്ള ഒരു അക്രോണിമാണ്. അക്രോണിം അല്ല, ഇത് അബ്രിവേഷനാണ് അല്ലേ? അബ്രിവേഷനാണ്, അക്രോണിം ആണ്. അക്രോണിമാണ് FIDI.
അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഈ എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം, അവനോനിസത്തിൻ്റെ പ്രകടനം, അതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫ്, എൻ്റെ കോറ്, ഞാൻ എന്താണോ അതെൻ്റെ ഫിഡിയാണ്. അല്ലാതെ എൻ്റെ ഫീലിങ്സും എൻ്റെ ഇൻസ്റ്റിങ്സും എൻ്റെ ഡിസയറും ഇൻഡ്യൂഷനുമാണ് ഞാൻ. അതാണ് ഞാൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇമോഷൻസ് തന്നെയാണ് ഫീലിങ്സ്. എന്തൊക്കെയാണ്? ദേഷ്യം, സങ്കടം, സന്തോഷം, നിരാശ, നിസ്സംഗത. ഇതൊരു ഇമോഷനാണോ? എനിക്കറിയില്ല. നിസ്സംഗത എന്തായിരുന്നു? പതി അല്ലേ? അതൊക്കെ വികാരങ്ങളാണ്. ആങ്സൈറ്റി, വറി, അതൊക്കെ നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന ആ വികാരങ്ങളെയൊക്കെയാണ് ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പറയുകയാണ്, ഞാൻ ആരാണെന്ന് നിർണ്ണയിക്കുന്നത് ഒന്നാമത് എൻ്റെ ഫീലിങ്സാണ്. എനിക്ക് ദേഷ്യം തോന്നി, അതാണ് ഞാൻ. അല്ലാതെ ദേഷ്യം തോന്നിയെങ്കിൽ അത് ഞാൻ ആരാണെന്നുള്ളത് ഇനി ജെന്യുവിൻ ആവണമെങ്കിൽ ആ ദേഷ്യം പ്രകടിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ വെറും ആർട്ടിഫിഷ്യലാണ്, ഞാൻ കൃത്രിമമാണ്. ദേഷ്യം തോന്നിയാൽ ദേഷ്യം പ്രകടിപ്പിക്കണം, സന്തോഷം തോന്നിയാൽ സന്തോഷം പ്രകടിപ്പിക്കണം, നിരാശ തോന്നിയാൽ നിരാശ പ്രകടിപ്പിക്കണം, മറ്റെന്തെങ്കിലും വികാരങ്ങളാണെങ്കിൽ അത് പ്രകടിപ്പിക്കണം. ഞാൻ എൻ്റെ ഫീലിങ്സ് ആണ് ഞാൻ, അത് പ്രകടിപ്പിക്കുന്നതാണ് എൻ്റെ ശരി. ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു നാച്ചുറൽ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിശപ്പ്, അത് ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്. വേദന അതാണ്. ലൈംഗിക താല്പര്യം ഒക്കെ നാച്ചുറലായിട്ടുള്ള ഇൻസ്റ്റിങ്സാണ്. പലതും ഉണ്ട്. ബേബീസ് റിഫ്ലെക്സസ്, ഫിയർ ഓഫ് ഹൈറ്റ്. ചിലർക്കുണ്ടല്ലോ, എനിക്ക് ഹൈറ്റിന് പേടിയാണ്, അല്ലെങ്കിൽ എന്ത് വന്നാലും ഞാനിങ്ങനെ മാറി നിൽക്കും. ഇപ്പോൾ ജെന്യു പറയുകയാണ് നമുക്ക് ഡാൻസ് കളിക്കാൻ, അത് ശരിയല്ല. അതൊക്കെ നമ്മുടെ ഒരു ഇൻസ്റ്റിങ്സാണ്, നമ്മളുടെ ഒരു സഹജമായിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെയാണ്. ഇപ്പോൾ ഒരു അമ്മയ്ക്കാണെങ്കിൽ ഒരു കുഞ്ഞിനോടൊരു വാത്സല്യം, അതൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്. നമ്മൾ എല്ലാ ജീവികൾക്കും ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇൻസ്റ്റിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ചോദനകളാണ്, എൻ്റെ നൈസർഗികമായിട്ടുള്ള ഈ രീതികളാണ് ഞാൻ എന്നാണ്. അതിനെ ശരിതെറ്റൊന്നും നോക്കണ്ട, ഞാൻ എന്തായിരിക്കുന്നു ഞാൻ അതുപോലെ എന്നെ തന്നെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുക. അതാണ് എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം. ഡിസയേഴ്സ്, സ്ട്രോങ് ഏർജസ്. നമുക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. എന്തൊക്കെ താല്പര്യങ്ങളാണ് നമുക്ക്? പ്രതീക്ഷകളുള്ള സമ്പത്ത് വേണം, പ്രസിദ്ധി വേണം, ബഹുമാനം കിട്ടണം, സന്തോഷം ഉണ്ടാവണം, എല്ലാവരും എന്നെ അപ്രൂവ് ചെയ്യണം, സെക്യൂരിറ്റി ഉണ്ടാവണം. സെക്ഷൽ ഡിസയേഴ്സ് ഉണ്ട്. അത് ഫ്രോയിഡാണ് മനുഷ്യൻ്റെ ഉറങ്ങിക്കിടന്ന ആഗ്രഹങ്ങളൊക്കെ ഉണർത്തിയത്. അപ്പോൾ ആ സെക്ഷൽ ഇതൊക്കെയാണ് എൻ്റെ ഡിസയേഴ്സ്. അതിനെ എൻ്റെ തൃഷ്ണകളെ തൃപ്തിപ്പെടുത്തുന്നതാണ് ഞാൻ. എൻ്റെ തൃഷ്ണകളാണ് ഞാൻ, അതിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ശരി എന്ന് പറയും. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറമേ നിന്നൊക്കെ വായിച്ചും ചിന്തിച്ചും ചർച്ച ചെയ്തും അല്ലെങ്കിൽ ശരിതെറ്റ് അപഗ്രഥിച്ചും ഒക്കെ കിട്ടുന്നതല്ല. എനിക്കൊരു തോന്നൽ, ഇതാണ് ശരി, ഇതാണ് സത്യം, ഇതാണ് വേണ്ടത് എന്നൊക്കെ തോന്നുന്ന സ്വയജ്ഞാനങ്ങളുണ്ടല്ലോ. നമ്മുടെ അന്തർജ്ഞാനം, സഹജജ്ഞാനം, സ്വയബോധം, സ്വയധാരണകൾ, പ്രഥമ ദൃഷ്ടിയാ കിട്ടുന്ന ഒരു ധാരണ. എനിക്ക് ഇങ്ങനെ ഒരാളെ കണ്ടു, കള്ളനാണ്, അല്ലെങ്കിൽ നല്ലയാളാണ്, അതിൻ്റെ അവൻ്റെ വീടൊക്കെ പോയി നോക്കി, അവൻ്റെ പെരുമാറ്റമൊക്കെ നോക്കി, സ്വഭാവം ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല, എനിക്കൊരു അങ്ങനെ അങ്ങ് തോന്നി. അതാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ. അത് എൻ്റെ എനിക്ക് ബുദ്ധിയും ചിന്തയുണ്ട്, പക്ഷേ എൻ്റെ ഒരു ലോജിക്കൽ റീസണിങ്ങോ അതിൻ്റെ ശരി ഫാക്ട്സ് വെച്ചിട്ട് താരതമ്യം ചെയ്യലോ ഒന്നുമില്ല. അതൊക്കെയാണ് ഞാൻ. അപ്പോൾ ഈ ഫിഡിയാണ് ഞാൻ. എൻ്റെ ഫീലിങ്സും ഇൻസ്റ്റിങ്സും ഡിസയേഴ്സും ഇൻറ്റ്യൂഷൻസും ഒക്കെയാണ് ഞാൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത് എൻ്റെ ഈ സെൽഫ് ഉണ്ടല്ലോ, ഈ ഫിഡി, അതാണ് ഫൈനൽ അതോറിറ്റി. അല്ലാതെ വേറെ പുറമേ നിന്നാരും എൻ്റെ ശരി തെറ്റ്, നീ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ പെരുമാറണം എന്നൊന്നും പറയാനായിട്ട് പുറമേ നിന്ന് ആരും വരരുത്. എൻ്റെ ഈ ഫീലിങ്സാണ് എൻ്റെ ശരി എന്ന് പറയുന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ സ്വഭാവം. അതുകൊണ്ട് നമ്മൾ മനുഷ്യൻ ഫിഡിക്കാണ്, ഒരു വ്യക്തിയുടെ ഈ പറഞ്ഞ ഫീലിങ്ങിനും ഇൻസ്റ്റിങ്സിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഈ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ ഫീലിങ്സിനും താല്പര്യത്തിനും ഡിസയേഴ്സിനും ഒക്കെ ആണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന്. നമ്മുടെ നിയമനിർമ്മാണങ്ങളൊക്കെ നോക്കിയാൽ അങ്ങനെയായി വരുന്നുണ്ട്. ഒരാൾക്ക് തോന്നിയെടുത്ത് പോകാനും തോന്നിയ പോലെ ചെയ്യാനും വിലക്കുകളൊന്നും പാടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം മാറി മാറി വരുന്നത് ഈ സ്വഭാവ പ്രത്യേകത കൊണ്ടാണ്.
പിന്നെയുള്ളത് നമ്മൾ നമ്മളുടെ ഈ ഫിഡി, നമ്മളുടെ ഈ താല്പര്യങ്ങൾ, ഞാൻ എന്നുള്ള ഈ ഫിഡി, അത് അത് പുറമേ നിന്ന് ആരും എന്നെ നിയന്ത്രിക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ബൈബിള് പറയുന്ന പോലെ വേണം, അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള ചില ധാരണകളൊക്കെ ഉണ്ടല്ലോ, ആണിൻ്റെ രീതിയിൽ, പെണ്ണിൻ്റെ രീതിയിൽ പെരുമാറണം, മനുഷ്യൻ ഇങ്ങനെ, മൃഗം ഇങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രകൃതി തത്വങ്ങളെന്നും അതൊന്നുമില്ല. എനിക്ക് തോന്നുന്നതാണ്, എൻ്റെ താല്പര്യങ്ങളാണ്, എൻ്റെ ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഡിസയേഴ്സ് ആണ് ശരി. അങ്ങനെ പുറമേ നിന്നുള്ള ഒരു അധികാരവും ഇല്ല എന്ന് പറയുന്നതാണ്. ഞാൻ തന്നെയാണ് എൻ്റെ അതോറിറ്റി, എൻ്റെ ഈ ഫിഡി തന്നെയാണ് അതോറിറ്റി. ഇനി ഞാൻ എന്നെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ നോക്കാൻ ഭരണഘടന വായിച്ചു നോക്കണം, ബൈബിള് വായിച്ചു നോക്കാം. പൊതുവെ എല്ലാവരും അതൊന്നും വേണ്ട, എൻ്റെ ഉള്ളിലേക്ക് നോക്കുക. അതാണ് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ചോദ്യം. എൻ്റെ ശരി സത്യവും മനസ്സിലാക്കാൻ ഞാൻ എന്നിലേക്ക് തന്നെ, എൻ്റെ വികാരം എന്താണ് പറയുന്നത്, എൻ്റെ ചോദനകൾ എന്താണ് എന്നോട് പറയുന്നത്, എൻ്റെ താല്പര്യം എന്താ, അതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ആത്യന്തിക സത്യങ്ങൾ എന്നും. അത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ അധികം പേരും അത് ശരിയെന്നിട്ടെങ്കിൽ അത് തെറ്റ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അത് വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ആ ചോദ്യം മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും നിങ്ങളത് കൂടുതൽ പേര് അത് ഓപ്റ്റ് ചെയ്തത്, ആ ഓപ്ഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നെ ശരിക്കും മനസ്സിലാക്കാനും എൻ്റെ ശരി തെറ്റിനെ ജഡ്ജ് ചെയ്യാനും എനിക്ക് മാത്രമേ കഴിയുള്ളൂ. പുറമെ ആർക്കും എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഉള്ളിലാണ് എൻ്റെ സത്യം ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കണം, അല്ലാതെ പുറമേക്കോ ദൈവത്തിലേക്കോ ഒന്നുമല്ല ഞാൻ സത്യം കണ്ടെത്താനായിട്ട് നോക്കേണ്ടത്. എൻ്റെ സത്യങ്ങൾ എൻ്റെ ഇന്നർ ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്ന വളരെ ഗൗരവമായ അപകടകരമായിട്ടുള്ള ഒരു സ്വഭാവ പ്രത്യേകതയാണ് അതിനുള്ളത്. നമ്മൾ ചില ഉദാഹരണങ്ങൾ പിന്നെയും കാണും. പിന്നെ ഇനി ഞാനൊരു നല്ല ആരോഗ്യമുള്ള, എന്ന് വെച്ചാൽ ഒരു പൂർണ്ണനായ ഒരു വ്യക്തിയായി തീരണമെങ്കിൽ എന്നിൽ എന്ത് അന്തർധാരകളാണോ, ചിന്തകളാണോ, എന്ത് വികാരമാണോ ഉള്ളത് അത് ഞാൻ അതുപോലെ പ്രകടിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര ഒരു സപ്രഷനാണത്. ഞാൻ എന്നെ തന്നെ ഒതുക്കി വെച്ചിട്ട് അതൊരു വലിയൊരു സഹനമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഫീലിങ്സും എൻ്റെ ഉള്ളിലുള്ള എല്ലാം ഞാൻ പ്രകടിപ്പിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു ഫുൾനെസ്. അതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു ശരിയായ ജീവിതം, ആരോഗ്യപരമായിട്ടുള്ള സൈക്കോളജിക്കലി ആരോഗ്യപരമായിട്ടുള്ള ഒരു സ്ഥിതി. അതാണ് എന്നാണ് അതിൻ്റെ അടുത്ത സ്വഭാവം. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതുപോലെ തന്നെ പ്രകടിപ്പിക്കുന്നതാണ്. ഇപ്പം നമ്മളെ നോക്കിയാൽ അറിയാം, നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ അറിയാം. പണ്ട് മൃഗങ്ങൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ, തോന്നിയ പോലെയൊക്കെ ചെയ്യാൻ. പക്ഷേ ഇപ്പം മനുഷ്യരും അതുപോലെ തന്നെയാണ്. നാണമോ, അല്ലെ അവരെന്ത് വിചാരിക്കുമോ, അല്ലെങ്കിൽ അവർക്കതെങ്ങനെ ഫീൽ ചെയ്യും, അവരെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യും, ഈ ചിന്തകളൊന്നും ഇല്ലാതെ നമ്മൾ സത്യത്തിൽ നമ്മൾ മൃഗങ്ങളെ പോലെ നമ്മൾ അങ്ങനെ മാതാപിതാക്കൾ, മക്കൾ, ചേട്ടന്മാർ, അധ്യാപകർ, മുതിർന്നവർ, അങ്ങനെയുള്ള കൺസേൺ ഒന്നുമില്ലാതെ നമ്മളങ്ങനെ ഫീലിങ്സ് എൻജോയ്. നമുക്ക് പഴയ ജെൻ എക്സുകൾക്കൊക്കെ ഇതൊരു ഭയങ്കര ഒരു അസ്വാഭാവികത. ആഗ്രഹങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കുണ്ട്, പക്ഷെ നമുക്ക് കുറേ കൂടെ നാണമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ ശരിയാവില്ലല്ലോ, അതിന് കോൺസിക്വൻസ് ഉണ്ട്. അത് ശരിയല്ല. എന്ത് കോൺസിക്വൻസ്? ഞാൻ എന്തായിരിക്കുന്നോ അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ് എൻ്റെ ജീവിത സാക്ഷാത്കാരം. അതാണ് എന്നെ ഒരു ഫുൾ മാൻ ആക്കി തീർക്കുന്നത് എന്നതാണ് എൻ്റെ തത്വശാസ്ത്രമെങ്കിൽ പിന്നെ അവിടെ എന്ത് നാണം വന്നു? എൻ്റെ പ്രകടനത്തെ, ഞാൻ എന്താണോ അത് പ്രകടിപ്പിക്കുന്നതിനെ നിയമം സപ്പോർട്ട് ചെയ്യണം, അതിന് സമൂഹം അനുവദിക്കണം, അതാരും തടയാൻ പറ്റില്ല എന്നതാണ്. അതാണ് അവകാശബോധം. ഇന്ന് ഈ എല്ലാ നിയമങ്ങളും സംവിധാനങ്ങളും എനിക്ക് അവിടെ പോകണമെന്നാണ് തോന്നുന്നത്, അവൻ്റെ കൂടെ പോകണം, അവളുടെ കൂടെ പോകണമെന്നോ, അങ്ങനെ ചെയ്യണമെന്ന്, ഇവിടെ ചെയ്യണം എന്നാണ്. അതൊന്നും നിയമം തടയാൻ പാടില്ല എന്ന് ആണ് പൊതുവെ ചിന്തിക്കുന്നത്. പതുക്കെ നമ്മുടെ നിയമ സംവിധാനങ്ങളും കോടതികളും ഒക്കെ ആ ഒരു പ്രഷറിൽ ആ രീതിയിലുള്ള വിധികളൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നതെല്ലാം പ്രകടിപ്പിക്കുന്നതാണ് ഹീറോയിസം എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി. ആ ഒരു തലത്തിലേക്ക് ആൾ കൊള്ളാട്ടോ, ഒരുത്തിനെ തൊഴിക്കാനാവുന്നു കണ്ടോ, അവൻ തൊഴിച്ചത് കണ്ടോ, അയാൾ ചത്തോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, അവൻ ഹീറോ ആണെന്ന് പറയുന്ന അതിൻ്റെ ശരിതെറ്റെല്ലാം അവൻ്റെ തോന്നൽ അവൻ പ്രകടിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ആ ഒരു ഹീറോയിസം. പിന്നെ നമ്മൾ ഒതൻറ്റിക് ആവണമെന്ന് പറഞ്ഞു. ഉള്ളിൽ തോന്നുന്നത് ചെയ്യുന്നവനാണ് ഒതൻറ്റിക് ആയിട്ടുള്ള മനുഷ്യൻ, അവനാണ് ശരിക്കുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്ന, അതാണ് ഒരു പൂർണ്ണമായ ജീവിതം, അതാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യമുള്ള ജീവിതം എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്താഗതി. അതൊക്കെയാണ് ഇതിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ.
ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതം പുരോഗമിക്കുക, ത്രൈവ് ചെയ്യുക, ഫ്ലറിഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കുന്നതിലൂടെയാണ്, അല്ലാതെ ഒതുക്കി വെക്കുന്നതിലൂടെ. ദേഷ്യം പ്രകടിപ്പിക്കണം, അങ്ങനെയാണ് അവൻ ത്രൈവ് ചെയ്യുക. അവൻ്റെ ജീവിതത്തിന് ഒരു 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 എന്താ പറയുക, ഒരു പുരോഗതിയല്ലല്ലോ, എന്നാ പറയുക, ത്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നല്ല മലയാളം ഇല്ല അല്ലേ. അതാണ് അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് ഒക്കെ അവനെ കൊണ്ടുപോകുന്ന അതാണ് എന്ന് പറയുന്നത്. എൻ്റെ ഫീലിങ്സ് എന്താണോ, എൻ്റെ തോന്നലുകൾ, ഹൃദയത്തിൻ്റെ വികാരങ്ങൾ, താല്പര്യങ്ങൾ എന്താണോ അത് പ്രകടിപ്പിക്കുന്നതാണ് സന്തോഷം എന്ന ഒരു ചിന്താഗതിയാണ്. നമ്മൾ സന്തോഷം എന്താണെന്നും സുഖം എന്താണെന്നും ഒക്കെ രാവിലെ ചിന്തിച്ചതാണ്. പക്ഷെ അതൊന്നും അല്ല ഈ എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസത്തിൻ്റെ ചിന്താഗതികൾ. ഇത് ഒരു നിയമങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ചില കൾച്ചറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ രീതികൾ, അതൊക്കെ തിരുത്തേണ്ടതാണ്. ഇങ്ങനെ അവനവൻ്റെ തോന്നലുകളുടെ പ്രകടനത്തിന് അനുകൂലമായിട്ട് നിയമങ്ങളും നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലവും കൾച്ചറൊക്കെ മാറേണ്ടതാണ്, നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അതൊന്നുമല്ല, ഇഷ്ടമുള്ളിടത്ത് പോകാം, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന നിലയിൽ അനുവദിക്കുന്ന നിയമ സംവിധാനങ്ങൾ വേണം എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭരണഘടന പണ്ട് പറഞ്ഞ പോലെ എന്തൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിട്ട് പ്രകടിപ്പിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം, എന്ത് തോന്നുന്നു അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ടാവണം, അത് മാത്രം മതി എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ആവശ്യമാണ്. ഈ ചിന്താഗതി, ഈ അവനവന് തോന്നുന്നതിനെ പ്രകടിപ്പിക്കുക, അതാണ് നമ്മുടെ അവകാശം, അതാണ് മനുഷ്യനെ ഒരു ഫുൾ ലൈഫ്, ഫ്രീ ലൈഫ് നൽകുന്നത്, ഒരു സാക്ഷാത്കാരം നൽകുന്നത് എന്നുള്ള ഈ ചിന്താഗതി നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അത് ചില ഇമ്പാക്ട്സ് നൽകുന്നുണ്ട്. ഒന്ന്, എന്നിലാണ് എൻ്റെ സത്യം എന്ന് പറയുമ്പോഴും അത് നമ്മളെ വലിയൊരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ പുറമേ നിന്നിങ്ങ് വരുന്നതാണ്. ഇപ്പം ദൈവം പറയുകയാണ്, നീ പുരുഷനാണ്, നിന്നെ ഇന്ന ഉദ്ദേശത്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തു വേണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ, അതാണ് നിന്നെക്കുറിച്ചുള്ള വിഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടും വായിച്ചും മനസ്സിലാക്കി അതിനോട് ഇനിയിപ്പം ഞാൻ എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ ആരാണെന്നും എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഘർഷമാണ്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അവിടെ എൻ്റെ മിന്നി മറയുന്ന വികാരങ്ങളും ചോദനകളും താല്പര്യങ്ങളും എനിക്ക് തോന്നുന്ന കാര്യങ്ങളും ഒക്കെയാണ്. അത് വെച്ചിട്ട് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കിയെടുക്കാനും ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് സത്യത്തിൽ ഈ ഫിഡിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഇതാണ് ഞാൻ, കുറച്ച് കഴിയുമ്പോൾ ഇതാണ് ഞാൻ, അതാണ് എനിക്ക് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കെന്ത് ലക്ഷ്യം വന്നു, എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എനിക്കറിയില്ല. എൻ്റെ തോന്നലുകളല്ലേ ഞാൻ ആരാണെന്നുള്ളത് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലക്ഷ്യബോധമില്ല. അതുവഴി അവനൊരു വിജയം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനായിട്ട് ഒന്നുമില്ല. അതുപോലെ അവന് ഒരു അടിസ്ഥാനം, ചിന്തയ്ക്കും അവൻ്റെ ജീവിതഗതിക്കും ഒരു അടിസ്ഥാനം, അങ്ങനെ സ്ഥായിയായ അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് വലിയ ഉത്കണ്ഠയാണ്. അത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കും, അവരോട് മത്സരിച്ച് നോക്കും, അസൂയപ്പെട്ട് നോക്കും, അല്ലെങ്കിൽ അതും ഇതുമൊക്കെ ചെയ്തു നോക്കും. അപ്പം ഒരു സ്ഥിരമായിട്ടുള്ള ലക്ഷ്യബോധത്തിൽ ഒരു പുരോഗതിയിലേക്ക് പ്രയാണം ചെയ്യാനായിട്ട് മനുഷ്യന് കഴിയാത്ത ഒരു സ്ഥിതി. ഒരു അച്ചടക്കമുള്ള, ഡിസിപ്ലിനുള്ള ഒരു ജീവിതം എന്നുള്ളതല്ല, ഓരോ തവണയും ഉണ്ടാകുന്ന തോന്നലുകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി. അങ്ങനെ വരുമ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ലക്ഷ്യബോധം ഇല്ലാതെ വരും. കരിയർ എന്ന് പറയുന്നതിലും അതൊക്കെ അവനെ ബാധിക്കും. കാരണം അവനിപ്പോൾ പഠിക്കാനാണ് തോന്നുന്നത്, കുറച്ച് പഠിക്കേണ്ടെന്ന് തോന്നുന്നത്, ഇത് ചെയ്യാനാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് വ്യക്തി ജീവിതം ഒരു സംഘർഷമുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകും. കാരണം അവന് മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ അവനെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആ സംവിധാനങ്ങളോ ഇല്ല. അവനവൻ്റെ തോന്നലുകളിലേക്ക് വരുമ്പോൾ അതങ്ങനെ വ്യക്തി ജീവിതത്തെ ഇത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് ഈ ചിന്താഗതിയുടെ ഒരു ജീവിത അനുഭവമാണ്. നമ്മുടെ ബന്ധങ്ങൾ,
നമുക്ക് ബന്ധങ്ങളില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഈ അവനവനിസം അല്ലെങ്കിൽ എക്സ്പ്രസീവ് ഇൻഡിവിജ്വലിസം എന്ന ചിന്താധാരയിൽ വരുമ്പോൾ ബന്ധങ്ങൾ ശിഥിലമാകും, ബന്ധങ്ങൾക്ക് വലിയൊരു പ്രസക്തി, അല്ലെങ്കിൽ ബന്ധങ്ങൾ ആരോഗ്യപരമാവില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ എന്നെ സ്വീകരിക്കണം, ഞാനിതാണ്, നിങ്ങളല്ലാതെ എന്നിൽ നിന്ന് ഒരു ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സ്നേഹിക്കാനും ഇടപെടാൻ പറ്റുന്ന ഒരാളാക്കി എന്നെ മാറ്റാനായിട്ടൊന്നും ശ്രമിക്കരുത്. ഞാൻ ഇങ്ങനെയാണ്, അതുപോലെ നിങ്ങൾ എന്നെ ഉൾക്കൊള്ളണം എന്ന് പറയുമ്പം അത് വലിയ സംഘർഷം ഉണ്ടാക്കും. ഒരു വീട്ടിൽ 2 പേരുണ്ട് അല്ലേ, ഒരാളെപ്പോഴും ദേഷ്യക്കാരനാണ്, അപ്പോൾ ഞാൻ എന്തായിരിക്കുന്നു അതുപോലെ നിൽക്കുന്നു, മറ്റേയാളെ അപ്പോൾ സഹിക്കാൻ തന്നെ. 2 പേരും ദേഷ്യക്കാരാണെങ്കിലും അത് വലിയ സംഘർഷമാകും. അപ്പം എന്നാൽ നമ്മൾ 2 പേരുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അയാളുടെയും അവകാശം, അയാളുടെയും സൗകര്യം, അയാളുടെയും താല്പര്യമൊക്കെ നോക്കി നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ 2 പേരും അഡ്ജസ്റ്റ് പൊരുത്തപ്പെട്ടു പോവുക. ഇവിടെ അതല്ല, അവനവന് ശരിയാണല്ലോ, അപ്പോൾ ഞാൻ എന്തായിരിക്കുന്നു അതുപോലെ അംഗീകരിക്കണം എന്ന് പറയുമ്പം അത് വലിയ പൊരുത്തക്കേട്, സംഘർഷം, ബന്ധങ്ങൾ താറുമാറാവും. അല്ലെങ്കിൽ മാറ്റം വരുത്താനോ ഒരു ത്യാഗം ചെയ്യാനോ വിട്ടുവീഴ്ച ചെയ്യാനോ ഒന്നും മനസ്സില്ലാത്ത ഒരു സ്ഥിതി. ഇതൊക്കെ നമ്മുടെ വീടുകളിലും സഭകളിലും സമൂഹത്തിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, എന്തെല്ലാം സംഘർഷങ്ങളാണ്. പുറത്ത് പെട്ടെന്ന് പ്രകോപിതരാകുന്നു, പ്രതികരിക്കുന്നു, വെട്ടാനാ തോന്നിയാൽ വെട്ടി, കൊല്ലാൻ തോന്നിയ വെട്ടി, അല്ലെ ഒന്ന് ചിരിച്ചതിന് അല്ലെങ്കിൽ ഹോണടിച്ചതിന്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്ഷുബ്ധ യൗവനം. അതെല്ലാം ലഹരിക്ക് മാത്രമല്ല, ഈ ചിന്താഗതി അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാനോ അവൻ്റെ സ്വാതന്ത്ര്യത്തെ, അവകാശത്തെ, അവനും ജീവിക്കണ്ടേ, പോകണ്ടേ, അതൊന്നും വിഷയമല്ല. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ചില അതിക്രമങ്ങളൊക്കെ കാണും, ഇതെങ്ങനെ മനുഷ്യന് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നും. ഈ ചിന്താഗതി അവനെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. സ്വാർത്ഥത എന്നതാണ് ഇതിൻ്റെ ഒരു മുഖമുദ്ര. സഹകരണം, വിട്ടുവീഴ്ച എന്നുള്ളതല്ല, സെൽഫിഷ്നെസ്സാണ്. നമ്മുടെ ഈ സെൽഫി തന്നെ സെൽഫിഷ്നെസ്സിൻ്റെ ഒരു വാക്കല്ലേ അല്ലേ? സെൽഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന, എന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന, എന്നെ അവതരിപ്പിക്കുക എന്നതാണ് സത്യത്തിൽ സെൽഫി. ഇനി ചില ഫോട്ടോയൊക്കെ എടുക്കുന്ന ചില സമയത്തൊക്കെ അത് ആവശ്യമാണ്, അല്ലെ ഇയാൾ ഔട്ടായി പോകില്ലേ. പണ്ട് ക്യാമറക്കാരൻ ഇത് വെച്ചിട്ട് ഓടണമൊക്കെ നമ്മൾ ലോയൽ സ്റ്റുഡിയോക്കാരനൊക്കെ ഓടണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സെക്കൻഡിൻ്റെ അകത്ത് ഇയാൾ വരണം, അത് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ സെൽഫി ആ തരത്തിലെ ഗുണമുണ്ടെങ്കിലും സത്യത്തിൽ സെൽഫിഷ്നെസ്സിൻ്റേതായിട്ടുള്ള ഒരു ചുരുക്കം മാത്രമാണത്. നമുക്കറിയാം, എൻ്റെ സന്തോഷം, എൻ്റെ അംഗീകാരം, എന്നെ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഈ അമ്മമാർ പോലും വീട് വിട്ടു വേറെ കൂട് വീഴി പോകുന്ന കഥകൾ നമ്മളിപ്പോൾ ഇഷ്ടംപോലെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഈ എൻ്റെ സുഖം, അവിടെ ഉത്തരവാദിത്വമൊന്നും വിഷയമൊന്നുമല്ല, എൻ്റെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, എനിക്ക് ഇയാളുടെ കൂടെ ഒരു സുഖമില്ല, എന്നാൽ ആർച്ചേട്ടൻ്റെ ചിരിച്ചിട്ട് അങ്ങനെ പോകുന്ന അങ്ങനത്തെ അതൊക്കെ ഈ ഒരു സ്വാധീനത്തിന് പ്രായഭേദം എന്നെ ഈ കാലഘട്ടം കൊണ്ടുവരുന്ന ഇതാണ്. പണ്ടൊക്കെ പോയിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒരു കൂടെ അധികം നമ്മൾ കാണുന്നുണ്ട്. ഫാമിലി ലൈഫിനെ ഇത് ഒത്തിരി ബാധിക്കും. ഈ അതോറിറ്റിയെ ചോദ്യം ചെയ്യുന്നു, നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ, ഈ സിസ്റ്റത്തിൻ്റെ അകത്തൊക്കെ ഒരു അതോറിറ്റി, സബ്മിഷൻ, അല്ലെങ്കിൽ ഒരു ബഹുമാനിക്കൽ, അനുസരിക്കൽ, അങ്ങോട്ട് മറ്റുള്ളവരുടെ നന്മയെ കരുതി ചെയ്യൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ഫാമിലി എന്നുള്ള സിസ്റ്റം അപ്രസക്തം. അതുകൊണ്ടാണ് ഇന്ന് എന്ത് ഫാമിലി വന്നു, എന്ത് കല്യാണം വന്നു, എന്ത് ഭാര്യ ഭർത്തൃ വന്നു എന്നൊക്കെയുള്ള ചോദിക്കും. കോടതി ഈ അടുക്കള പറഞ്ഞില്ലേ, ആണുങ്ങൾ അടുക്കള പണി ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ റീൽസൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. കയറണ്ടെന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിക്കും സ്ത്രീകൾ, ആ രീതിയിൽ ആണുങ്ങൾ അത് ചെയ്യിപ്പിക്കും. എന്നാൽ പോലും നമുക്കറിയാം കണ്ട ഒരു ചിന്താഗതി, ഈ സഹകരിക്കണ്ട, സഹായിക്കണ്ട എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു സ്വാഭാവികമായും ഒരു ഭർത്താവിൻ്റെ റോള്, ഭാര്യയുടെ റോള്, അപ്പൻ്റെ, മക്കളുടെ, ഇങ്ങനെയുള്ള ആ റോളും ആ ക്രമീകരണം ഇല്ലാതെ ഒരു സമൂഹം സത്യത്തിൽ നിൽക്കില്ല. ഇല്ലെങ്കിൽ അനാർക്കിയാണുള്ളത്, അല്ലെങ്കിൽ ആകപ്പാടെ ഒരു അരാജകത്വത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, റോൾസ്, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ വളരെ അവ്യക്തമായി പോകുന്നു എന്നുള്ളത് നമ്മൾ ഈ അപകടങ്ങളെയാണ് നിരീക്ഷിക്കുന്നത്. സോഷ്യൽ ലൈഫിൽ ഈ ചിന്താഗതിയുടെ ഒരു അപകടം എന്തൊക്കെയാണ് അത് വരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാദ്യം പറഞ്ഞു, ശരി തെറ്റ് എന്ന് പറയുന്ന ഒക്കെ ആപേക്ഷികമാണ്. ആപേക്ഷികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ജോനാഥനെ ആപേക്ഷികം എന്നൊക്കെ പറഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാണ്. റിലേറ്റീവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധുക്കളാണെന്നാണോ? ശരിയും തെറ്റും ബന്ധുക്കളാണെന്നാണ്? ബന്ധുക്കളായിരിക്കും, ശത്രുക്കളും ആയിരിക്കും. എന്ന് വെച്ചാൽ ജോനാഥന് ശരിയെന്ന് തോന്നിയാൽ
അത് വേറൊരാൾക്ക് തെറ്റെന്ന് തോന്നിയാൽ നിനക്ക് ശരിയും തോന്നണതും ശരിയാ, നമുക്ക് തെറ്റെന്ന് തോന്നണതും ശരിയാന്നാണ് പറയണേ. അങ്ങനെ അല്ല, ഇതാണ് ശരി, ഇതാണ് തെറ്റെന്നും പറഞ്ഞ ഒരു മൂന്നാമൻ വിധിക്കുകയൊന്നും വേണ്ട. അവന് ശരിയും തോന്നിയാൽ അതാണ് ശരി, എനിക്ക് ശരിയും തോന്നിയാൽ അതാണ് ശരി. അപ്പോൾ അത് തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയമൊന്നും ഇല്ലയെന്നാണ് നമുക്കപ്പോൾ. നമ്മളപ്പോൾ അങ്ങനെ കണക്കിലൊക്കെയാണ് 2 2 4 എന്ന് എഴുതിയാലേ നമുക്ക് ശരി കിട്ടുള്ളൂ. ഇപ്പോൾ 2 2 3 എന്ന് എഴുതിയാലും അതും ശരി ഇട്ട് കൊടുക്കണം സ്കൂളിൽ. അതല്ലേ, വായിക്കുവോ പഠിക്കുവോ ഉത്തരം എഴുതുമോ ഒന്നും വേണ്ട, മാർക്ക് ഇട്ട് കൊടുക്കുക. അവനെ അംഗീകരിക്കുക എന്നുള്ളത്. അവൻ എഴുതിയില്ലോ, അല്ലെങ്കിൽ അവൻ പഠിക്കാൻ ശ്രമിച്ചു, സ്കൂളിൽ വന്നല്ലോ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിൻ്റെ ഒരു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ശരികൾ മാത്രമേ ശരിയുണ്ടായിരുന്നുള്ളൂ, ലംഘിക്കാൻ പറ്റാത്ത ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു, നിഷേധിക്കാൻ പറ്റാത്ത. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അനാർക്കി എന്ന് പറയും നമ്മുടെ ഒരു പ്രിൻസിപ്പിളിൽ. അതൊരു അരാജകത്വമാണ്. നിനക്ക് ശരിയെന്ന് തോന്നുന്നു, എനിക്ക് ശരിയെന്ന് തോന്നുന്നു, രണ്ടും പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അവിടെ അരാജകത്വമാണ് ഉണ്ടാവുക. പക്ഷെ അവിടെ വന്നിട്ട് ഒരു അധികാരി പറയുകയാണ്, ഇല്ല അതൊന്നും അല്ല, ഇതാണ് ശരി, എല്ലാവരും അതാണ് ഒരു ഭരണം, ഒരു ഓർഡറൊക്കെ ഉണ്ടാവുക. സമൂഹം മുന്നോട്ട് പോകുന്നത് അങ്ങനെ. അല്ലെങ്കിൽ ഭയങ്കര യുദ്ധം, സംഘർഷമൊക്കെ ഉണ്ടാവും. ഈ സാമൂഹ്യ മര്യാദകളൊന്നും ആർക്കും വിഷയമൊന്നുമില്ല. എന്ത് മര്യാദ? മൂത്തവരെ കാണുമ്പോൾ എഴുന്നേൽക്കണമെന്നോ, അല്ലെ ബഹുമാനിക്കണമെന്നോ, പ്രായത്തെ മാനിക്കണമെന്നോ, അല്ലെങ്കിൽ വേറെ എന്താണ്, അവർക്കുള്ളതിന് നമ്മളെടുക്കരുത്, അത് അവരുടെ ഒരു അവകാശമാണ്. അങ്ങനെയുള്ള മര്യാദകളോ കീഴ്വഴക്കങ്ങളോ കൾച്ചറോ ഒന്നും വിഷയമല്ല, അതൊക്കെ ബാധ്യതകളാണ് എന്ന് പറയുന്ന. ഞാൻ എൻ്റെ താല്പര്യങ്ങൾ, സെൽഫ് സെൻറ്റേർഡ്നെസ്, അതാണ് നമ്മൾ സെൽഫി എന്ന് പറയുന്നത്. ഞാനാണ് എൻ്റെ നിയമം, ഹൂ ആർ യു ടു ഗൈഡ് മീ, കൺട്രോൾ മീ. എൻ്റെ ഹാപ്പിനെസ്സാണ് പ്രധാനം, എൻ്റെ ലോകം ഞാനാണ്, എൻ്റെ സന്തോഷമാണ് എൻ്റെ പ്രിൻസിപ്പിൾ, എൻ്റെ നിയമം, അതാണ് എൻ്റെ അവകാശം. നിന്നെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വിഷയം. ഇതിനെ നമ്മൾ സ്വാർത്ഥത എന്നാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അവൻ്റെ ഒരു ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ അവൻ്റെ ഫുള്ളസ്റ്റ് ആയിട്ടുള്ള ജീവിതം അതാണ് എന്ന് പറയുന്ന ഒരു വിരോധാഭാസമാണ് അത്. സ്പിരിച്വൽ ലൈഫിൽ ഈ ചിന്താഗതി എങ്ങനെ ബാധിക്കുന്നു? നമ്മളുടെ സഭാജീവിതം, ആത്മീയ ജീവിതമൊക്കെ നോക്കിയാൽ ഈ ചിന്താഗതിയുടെ സ്വാധീനം പലതലത്തിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിലുണ്ട്. ദൈവം ഒരു ഓപ്ഷനിലാണ്. വേണേ ഇപ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കാം, ദൈവം ഉണ്ടോ ഇല്ലയോ അതൊന്നും ഒരു വിഷയമല്ല. പൊതുവെ ലോകം ഇന്ന് അങ്ങനെയാണ്. ദൈവത്തെ കൂട്ടി അല്ല പൊതുവെ ഇന്ന് ലോകത്തെ കാണുന്നത്, നിർവചിക്കുന്നതൊക്കെ. ദൈവം ഒരു അധിക പേർക്കും അൺവാണ്ടഡ് എലമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യം എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. നമ്മൾ പറഞ്ഞു, സത്യം, എനിക്കിത് സത്യം തോന്നുന്നു, നിനക്കത് സത്യം തോന്നുന്നു, നിനക്ക് നിൻ്റെ ശരി, എനിക്ക് എൻ്റെ ശരി എന്ന് പറയുന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ സത്യങ്ങളെ തർക്കിക്കുമായിരുന്നു. അതാണോ സത്യം, ഇതാണോ സത്യം, ശരി. ഒരുപാട് ഘടകങ്ങളും ഒരുപാട് നിയമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒരു വാദപ്രതിവാദമോ ലോജിക്കൽ റീസണിങ്ങോ ഡയലോഗോ ഒന്നും ആവശ്യമില്ല. ഒക്കെ ശരി, അവരവർക്ക് അതൊക്കെ ശരി എന്നുള്ളതാണ്. ബൈബിള്, ചർച്ച്, ഇതൊക്കെ വേണമെങ്കിലാവാം. ആരെയും നിർബന്ധിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്നൊന്നും അത് അവർക്കിഷ്ടമാണ്. എന്തിന് നിങ്ങളതിൽ വിഷമിക്കുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്നതാണ് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് പൊതുവെ നമ്മുടെ ഹൃദയങ്ങളിൽ സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം തരും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം തരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഭാവങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ നമ്മളിൽ സന്നിവേശിപ്പിച്ചിട്ടാണ്. എന്നാൽ അതൊന്നുമില്ല. എനിക്ക് തോന്നുന്നതാണ് ശരിയെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഔട്ടാവുന്നു. ഇതൊക്കെ നമ്മുടെ ആത്മീയ തലങ്ങളിൽ ഈ ചിന്താഗതി ചെലുത്തുന്ന തെറ്റായ കടന്നുകയറ്റങ്ങളെ, സ്വാധീനങ്ങളാണ്. ബൈബിളിനെ, ആശയങ്ങളെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക. എൻ്റെ സുഖത്തിനും താല്പര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ബൈബിളിലെ ആശയങ്ങളെ വ്യാഖ്യാനിക്കുന്നതൊക്കെ ആത്മീയ തലത്തിലുള്ള ഇതാണ്. പിന്നെ വർഷിപ്പ്, ദൈവത്തെ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ എൻ്റെ തോന്നലനുസരിച്ച് എനിക്ക് ദൈവത്തെ ആരാധിക്കാം. എനിക്ക് ഇതാണ് ദൈവം തോന്നിയാൽ അതാണ് ദൈവം, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ ഇമോഷൻസാണ് എൻ്റെ ആരാധനയെ പോലും നീക്കുക. അപ്പോൾ ആത്മീയ മേഖലകളിലെല്ലാം ഈ വരുത്തുന്ന ഈ വലിയ ഈ ആശയഗതികളുടെ സ്വാധീനം ചെറുതും വലുതുമായിട്ട് നമ്മുടെയൊക്കെ ഭാവങ്ങളിലും രീതികളിലും ഉണ്ട് എന്ന് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് വരും. ഇതൊരു മിറാഷാണ്. എക്സ്പ്രസീവ് മിറാഷ് എന്ന് പറഞ്ഞാൽ മരീചിക എന്ന വാക്കൊക്കെ ഇപ്പം നമ്മൾ കേൾക്കാറുണ്ടോ എനിക്കറിയില്ല. മരുഭൂമിയിൽ നമുക്ക് കാണുന്ന ഒരു പ്രതിഭാസം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ വെള്ളം ഉണ്ടെന്ന് തോന്നി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നും തോന്നലുകളാണ്. വെള്ളം തോന്നും, വെള്ളം ഇല്ലാന്ന് തോന്നുന്നിടത്ത് ചിലപ്പോൾ വെള്ളം ഉണ്ടാവുമായിരിക്കും. മരീചിക എന്ന് പറയുന്നത് മിറാഷ്. ഈ എക്സ്പ്രസീവ് ഇൻഡിവിജ്വലത്തിൻ്റെ അർത്ഥശൂന്യത, അതിൻ്റെ അപ്രായോഗികത,
അതിൻ്റെ ആ, അതിൻ്റെ നിസ്സാരത്വം അല്ലെങ്കിൽ അതിൻ്റെ അപകടം ഒക്കെ നമ്മൾ ഗൗരവമായിട്ട്, മരീചിക എന്ന വാക്ക് അതിന് സഹായിക്കും. ശരി എന്ന് തോന്നും, ഉണ്ടെന്ന് തോന്നും, എന്നാൽ ഇല്ല. അതാണ് മരീചിക. അപ്പം തോന്നലുകളെല്ലാം ഫാക്ട്സ് അല്ല എന്ന് നമ്മൾ വിചാരിക്കണം. എൻ്റെ ഫീലിങ്സ് എല്ലാം ശരിയല്ല. നമുക്കിപ്പോൾ ഇതിപ്പോൾ മാനന്തവാടിക്ക് പോകാൻ 2 വഴിയേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങ് പോകും. നമ്മൾ ആരോടും ചോദിക്കുന്നില്ല, സൈൻ ബോർഡൊന്നുമില്ല, ഇതാണ് മാനന്തവാടിക്കുള്ള വഴി, ഇതാണ് മാനന്തവാടിക്ക്. നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ നമുക്ക് ഒരു 50% ശരിയാവാനും തെറ്റാവാനും സാധ്യതയുള്ളൂ. എന്നാൽ ഒരു 5 വഴി ഒരുമിച്ച് കാണുന്നുണ്ട് മാനന്തവാടിക്ക് പോകാൻ. അപ്പോൾ ഞാൻ 5 വഴിയിൽ ഒരെണ്ണം അങ്ങ് തിരഞ്ഞെടുക്കുമ്പോൾ തെറ്റാനുള്ള സാധ്യത ഒരുപാട് കൂടുതൽ, ശരിയാവാനുള്ള സാധ്യത ഒരുപാട് കുറയുന്നു. അപ്പം നമ്മളുടെ തോന്നലുകൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മളുടെ തോന്നലുകളാണ് നമ്മളുടെ വഴികളെ തീരുമാനിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെങ്കിൽ തെറ്റിപ്പോകാനായിട്ടാണ് സാധ്യത എപ്പോഴും കൂടുതൽ. അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഞാനാണ് ഏറ്റവും വലിയ സുന്ദരന് എനിക്ക് തോന്നുന്നു, പക്ഷേ അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഞാൻ അങ്ങോട്ട് നോക്കിയാൽ അത് ഞാൻ പറയുക പോലുമില്ല. അല്ലെങ്കിലും ഞാനാണ് ഏറ്റവും ബുദ്ധിയില്ലാത്തൊരു മനുഷ്യന് ചിന്തിച്ചാലും ചിലപ്പോൾ നിങ്ങൾ സമ്മതിച്ചാൽ പോലും ചിലപ്പോൾ അതായിക്കോണമെന്നില്ല. എന്നെക്കാളും ബുദ്ധിയില്ലാത്ത ഒരാളെ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് IQ ഒക്കെ നോക്കിയാൽ നമ്മൾ കണ്ടേക്കാം. അപ്പം എനിക്ക് ഇപ്പോൾ തോന്നുവാണ് ഈ ഒരു അനുഭവം ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, നിരാശ, ഞാനങ്ങ് മരിച്ചു. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു സുഖത്തിൻ്റെ ഒരു അനുഭവം വരുമ്പോൾ ഇതിനേക്കാളും അടിപൊളി ഇത് ജീവിതം. പക്ഷേ ഇല്ലേ, ഈ തോന്നലനുസരിച്ച് ഞാൻ ചെയ്ത ആ തോന്നൽ വരുമ്പോൾ ഞാനില്ലല്ലോ. അപ്പോൾ തോന്നലുകൾക്കനുസരിച്ച് മാറി മറിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അത് ഒരിക്കലും പ്രായോഗികമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ നിൽക്കും, ഞാനൊരു സ്ത്രീയാണെന്ന് എനിക്കങ്ങ് തോന്നിയാലോ, ഉടനെ ഞാൻ ചുരിദാറോ സാരിയോ ഓക്കെ, തോന്നലുകൾക്കനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ അതൊരു എന്താ പറയുക, വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതൊരു അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. ഫീലിങ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ട്രൂത്ത് ഒരിക്കലും മാറില്ല, യാഥാർത്ഥ്യങ്ങൾ മാറില്ല. ഞാൻ പുരുഷനാണ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ട്രൂത്ത്സ് ഉണ്ട്, അതിൽ കുറേ ഫാക്ട്സ് ഉണ്ട്, അത് മാറില്ല. അതനുസരിച്ച് വേണം. എനിക്ക് കുറച്ച് തോന്നി സ്ത്രീയാണെന്നൊരു തോന്നലെന്ന് പറഞ്ഞാൽ അത് തോന്നലാണ്, അതല്ല. പക്ഷെ ഇന്ന ഫാക്ട്സ് വെച്ച് നോക്കുമ്പോൾ നീ പുരുഷനാണല്ലോ, അതാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ തോന്നലനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ജെൻഡർ പോലും എന്നൊക്കെ പറയുമ്പോഴും അതൊരു വലിയൊരു അപകടമാണ് എന്ന് നമുക്കറിയാം. അത് സമൂഹത്തെ എങ്ങനെയൊക്കെയാണ് ഇനി അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ ഗസ് ചെയ്യുകയാണ് നമ്മൾ കുറേയൊക്കെ. എന്നാൽ പല സ്ഥലങ്ങളിലും അത് പ്രായോഗിക അനുഭവിച്ചിട്ട് ഒരു തിരിച്ചുപോക്കിന് വേറെ വഴിയൊക്കെ നോക്കേണ്ട സ്ഥിതിയാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു നിരാശയിൽ അങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ്. ഫീലിംഗ് ഒരു നല്ല സെർവൻ്റാണ്, പക്ഷേ ഒരു ബാഡ് മാസ്റ്ററാണ് എന്ന് അതിനെപ്പറ്റി പറയാറുണ്ട്. എൻ്റെ തോന്നലുകൾ, എനിക്ക് കരയാൻ തോന്നുമ്പോൾ കരയുക, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക എന്നുള്ളത് സഹജമാണ്, സ്വാഭാവികമാണ്, ആവശ്യമാണ്. പക്ഷേ അതനുസരിച്ച് ഫീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ തീരുമാനിക്കാൻ പോകരുത്. അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, അല്ലെ സ്ഥിരം കരച്ചിൽ തന്നെ, അതല്ല. എന്നെ നിയന്ത്രിക്കേണ്ടത് ഫീലിങ്സ് അല്ല, യാഥാർത്ഥ്യങ്ങളാണ്. ഈ ദുഃഖത്തിന് പരിഹാരമുണ്ട്, ഈ സന്തോഷത്തിൻ്റെ സ്ഥിതി മാറും എന്നൊക്കെയുള്ള ഫാക്ട്സ് ആണ്, റിയാലിറ്റീസ് ആണ്, ട്രൂത്താണ്. പക്ഷേ ഫീലിങ്സ് നമുക്ക് ആശ്വാസവും ഒരു സുഖമൊക്കെ തരുന്നു, അതിനപ്പുറം ഇല്ല. അതൊരു സെർവൻ്റ് സ്ഥാനത്തെ നിർത്താവുള്ളൂ. നമ്മളുടെ ഒരു ശുശ്രൂഷയ്ക്ക് തൽക്കാല ആവശ്യത്തിന് സഹായിക്കും. പക്ഷെ നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഫീലിങ്സ് അല്ല, യാഥാർത്ഥ്യങ്ങളായിരിക്കണം. ഞാൻ ആരാണ്, എന്താണ്, ഈ സിറ്റുവേഷൻ എന്താണ്, ചുറ്റുപാട് എന്താണ്, മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള പരിഗണന, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കണം എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ശരി നോക്കിയാൽ വലിയ സംഘർഷം ഉണ്ടാവും. നമുക്കറിയാം, കോമ്പസ് ഇല്ലാത്ത, ഈ ദിശാസൂചകം ഇല്ലാത്ത ഒരു കടൽ യാത്രക്കാരൻ വഴിതെറ്റിപ്പോവും. അല്ലെങ്കിൽ ഒരു നങ്കൂരമില്ലാത്ത കപ്പൽ അങ്ങനെ ഓളത്തിൽ അങ്ങനെ പാറിപ്പോവും എന്ന് നമുക്കറിയാം. ഒരു നാടകം, അതിന് സ്ക്രിപ്റ്റ് ഇല്ല എങ്കിൽ ഞാൻ എന്നിട്ട് എനിക്കിഷ്ടം പോലെ എന്തൊക്കെയോ ഡയലോഗ് പറയുന്നു, ഹാനോക്ക് അവൻ്റെ ഇഷ്ടം പോലെ ഡയലോഗ് പറഞ്ഞു, ശലോമോൻ പറഞ്ഞു, ആ നാടകത്തിൻ്റെ ആ ഒരു അർത്ഥം അല്ലെങ്കിൽ ആ അവതരണത്തിൻ്റെ ഉദ്ദേശം നടപ്പിലാകുന്നില്ല. അപ്പോൾ ഈ സാമൂഹ്യ ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിനും എല്ലാം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ഡിസൈൻ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ തീരുമാനിക്കണം. ആ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് പോയെങ്കിൽ മാത്രമേ അതൊരു സാക്ഷാത്കാരത്തിൽ അല്ലെങ്കിൽ സമ്പൂർണതയിൽ എത്തിച്ചേരുള്ളൂ. മീൻ കരയിൽ ജീവിക്കണം എന്ന് വിചാരിച്ചാലോ, അതിൻ്റെ ഡിസൈൻ അതല്ല, വെള്ളത്തിൽ കിടക്കാനാണ്. കരയിൽ കിടക്കാൻ തോന്നി ഒന്നിങ്ങോട്ട് ചാടിയാൽ
അതൊരു ഡിസാസ്റ്ററാണ്, ദുരന്തമാണ്. അതുപോലെയാണ് നമ്മളുടെ സഹജമായ സ്വാഭാവികമായ നിയതമായിട്ടുള്ള രീതികളെ വിട്ട് മറ്റെന്തെങ്കിലും തോന്നലുകൾ അനുസരിച്ച് പോകുമ്പോൾ നാം ചെന്നെത്തുന്നത് വലിയ ദുരന്തത്തിലേക്കാണ്. ഒരു ഡിസൈനുണ്ട്, ഡയറക്ഷനുണ്ട്, റൂളുണ്ട്, നിർമ്മിതമായ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നിശ്ചിതമായിട്ടുള്ള ആ ഒരു 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 സ്ക്രിപ്റ്റ് ഉണ്ട് നമ്മുടെ ജീവിതത്തിന്. അതനുസരിച്ച് പോയാലേ അത് വിജയിക്കുകയുള്ളൂ. ധൂർത്തപുത്രൻ എന്തായിരുന്നു സുഖം, അയാൾക്ക് ഇതെല്ലാം വിറ്റിട്ട് പോകാറുന്നു, തോന്നിവാസം കളിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അയാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അത് ദൈവം സമ്മതിക്കുന്നുണ്ട്. ശരി, എടുത്തോ, പൊയ്ക്കോ എന്ന് പറയും. പക്ഷേ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചു എന്നുള്ളതാണ്. അയാളുടെ ജീവിതം താറുമാറാവുകയാണ് ചെയ്തത്. അയാൾ സങ്കടപ്പെടുകയാണ് ചെയ്തത്. ഇതല്ല ജീവിതം എന്ന് അയാൾ പറയുകയാണ് ചെയ്തതെന്ന് പറയും. അപ്പോൾ താൽക്കാലികവും ക്ഷണികവുമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ജീവിതത്തെയും നിശ്ചയിക്കേണ്ടത്. നാം യാഥാർത്ഥ്യങ്ങളുടെയും ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തെ. അതാണ് നമ്മുടെ ഡിസൈൻ. ദൈവം നമ്മുടെ സൃഷ്ടാവ് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു, മനുഷ്യനെന്ന നിലയിൽ, ആണെന്ന നിലയിൽ, പെണ്ണെന്ന നിലയിൽ, സമൂഹജീവി എന്ന നിലയിൽ, ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒക്കെ ദൈവം എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് വിഭാവന ചെയ്തിരിക്കുന്നത്, ആ വിഭാവനയെ തിരിച്ചറിഞ്ഞ് അതിനോട് അലൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ഒരു വിജയമായിട്ട് തീരുകയുള്ളൂ. ഫ്രീഡം ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. എന്തും തോന്നിയ പോലെ ചെയ്യുന്നല്ല, അനുവദനീയമായ ഒരു മണ്ഡലത്തിൽ, ഒരു തലത്തിൽ, റലമിൽ പരമാവധി ആസ്വദിക്കുന്നതാണ് ഫ്രീഡം. അനുവദനീയമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, മീനിന് വെള്ളത്തിൽ എങ്ങനെയും കുതിക്കുകയോ ചാടുവോ വേറെ സ്രാവിൻ്റെ ഒന്നും വായ്പെടാതെ നോക്കിച്ചാൽ മതി. പക്ഷേ കരയിൽ ആ കളി കളിക്കാൻ നോക്കിയാൽ അതിൻ്റെ റലം അതല്ല, അതിൻ്റെ മണ്ഡലം അതല്ല, ജീവിത തലം രീതി അതല്ല, അതിനെക്കുറിച്ചുള്ള ഡിസൈൻ അതല്ല. അതാണ് നമ്മൾ ഈ അവനമിസം ചിന്താഗതിയോട് പറയാനായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് ദൈവം നമ്മളെ വിഭാവന ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു നിർണയത്തിൻ്റെ ഡിസൈൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യവും സന്തോഷവുമാണ് ശരിയായിട്ടുള്ള. ഗൂഗിൾ മാപ്പ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ ആരും തിരിയാറില്ല. അല്ലെങ്കിൽ അത് അല്ലേ, ട്രാഫിക് ജാമ് എല്ലാം അത് നമുക്കൊരു വിഷമവും ഇല്ല. നമ്മളതൊക്കെ എല്ലാ റോഡിൽ വലിയൊരു കുഴിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ റോഡ് തീരുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും. പക്ഷേ ധാർമ്മികതയുടെ കാര്യത്തിൽ നമുക്കെന്തോ അങ്ങനെയുള്ള വിലക്കുകൾ, നിയന്ത്രണങ്ങൾ, ഗൈഡൻസ്, അതെന്തോ ഒരു പ്രശ്നം. അത് വലിയൊരു വീണുപോയ മനുഷ്യൻ്റെ, പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ആ ഒരു പ്രവണതയാണ്. അത് തെറ്റാണ്. ധാർമ്മികതയുടെ കാര്യത്തിൽ ഗൂഗിൾ മാപ്പ്, ഡയറക്ഷൻസ്, ആ റൂൾസ് ഒക്കെ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. ഈ അവനവനിസം അതാണ് ലംഘിക്കുന്നത്. മറ്റ് പ്രായോഗിക ചുറ്റുപാടുകൾ, ഇപ്പോൾ കാലുകൊണ്ട് നടക്കാനല്ലേ പറ്റുള്ളൂ, പറക്കാൻ പറ്റിയല്ലോ, അതൊക്കെ നമുക്ക് സമ്മതിക്കാതെ പറ്റിയല്ല. അങ്ങനെയുള്ള സമ്മതിക്കും. പക്ഷേ ഈ മൊറാലിറ്റിയുടെ കാര്യത്തിൽ ആരും എന്നെ നിയന്ത്രിക്കേണ്ട എന്ന് പറയുന്നത് ഇതുപോലെ ഇതിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഈയമ്പാറ്റകൾ, അങ്ങനെ ചില പ്രാണികളുണ്ടല്ലോ, തീ കാണുമ്പോൾ അതിലേക്ക് ചെല്ലുന്നേ, ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചിട്ടെന്ത് കാര്യം. അതുപോലൊരു അപകടമാണ് ഈ അവനവനിസം എന്ന് പറയുന്നത്. ഞാനാണ് എനിക്ക് ദൈവം, ഞാനാണ് എനിക്ക് റൂള്, ഞാനാണ് എനിക്ക് നിയമം, ഞാനാണ് എൻ്റെ ശരി, ഞാനാണ് എൻ്റെ സത്യം എന്ന് പറയുന്നത് ഈ തീയിലേക്ക് പോയി ചാടുന്ന പോലെ. അവനവന് പുറത്താണ് സത്യമുള്ളത്. പുറത്തു നിന്നാണ് ശരികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുറത്തു നിന്നാണ് നമുക്ക് വഴി ശരിയാണോ തെറ്റാണോ എന്ന് കിട്ടേണ്ടത്. തോന്നലുകളല്ല, ഗൂഗിൾ മാപ്പോ റോഡ് സൈനോ മറ്റുള്ളവരോ അനുഭവമുള്ളവരോ അങ്ങനെ അവിടെ നിന്നാണ് നമുക്ക് ശരികളുടെ ഗൈഡൻസ് കിട്ടേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ തീ ചാടി കഴിയുമ്പോഴേ നമ്മൾ പിന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ശരിയായ പ്രതികരണം ഇതിനോടുള്ളത്, നമുക്കൊരു ഡിസൈനുണ്ട്, ഒരു ക്രിയേറ്ററുണ്ട്. ക്രിയേറ്റർക്ക് ആ ക്രിയേറ്റഡ് ഡിസൈൻ നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ആ ഡിസൈനിൽ നിന്ന് വീണുപോയവരാണ്. ദൈവം എന്നുള്ള ആ ഒരു സത്യത്തിൽ നിന്ന് വീണുപോയവരാണ്. അതുകൊണ്ട് നമ്മളിനി ഒരു സിൻ കൺട്രോൾഡ് സെൽഫാണ് നമുക്കുള്ളത്. തിന്മ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ വികാരങ്ങളിലും ചോദനകളിലും ആഗ്രഹങ്ങളിലും ഒക്കെ തിന്മ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വയം തീരുമാനം എടുത്താൽ, സ്വയം നിർണയിച്ചാൽ തെറ്റിപ്പോകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ദൈവം, ബൈബിൾ, മാതാപിതാക്കൾ, നല്ല സംസ്കാരം, നിയമം എന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായും നമ്മൾ തിന്മയുടെ തെറ്റിൻ്റെ സ്വാധീനത്തിലായിട്ട് സ്വയം തീരുമാനിച്ച് തെറ്റിപ്പോവും. പുറമേ നിന്നാണ് ആ ശരികൾ വരേണ്ടത് എന്നുള്ളത്. ട്രൂ ഫ്രീഡം ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. സത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിയായ സ്വാതന്ത്ര്യം. ദൈവം ഒരു സന്തോഷത്തെ കൊല്ലുന്ന ഒരു മോൺസ്റ്റർ അല്ല.
ശരിയായ സന്തോഷം ദൈവ വഴികൾ, ഞാൻ പറഞ്ഞില്ലേ, മീനിന് വെള്ളത്തിൽ ജീവിക്കുക എന്നുള്ളത് എൻ്റെ സ്വാഭാവികമായ ശരിയാണ്. അതിൽ നിന്നുകൊണ്ടുള്ള അനുഭവങ്ങളും എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ ഡിസൈനിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മെ സംബന്ധിച്ച് സന്തോഷകരം എന്നുള്ളത്. നമ്മുടെ ഹൃദയത്തെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അതൊരു സിൻ കൺട്രോൾഡ് ഹാർട്ടാണ്. ദൈവം അല്ലെങ്കിൽ ദൈവം വെച്ചിട്ടുള്ള രീതികൾ, നോംസ്, ആ നിയമങ്ങൾ, സത്യങ്ങൾ, അതാണ് ശരി. ഒരു കളിമണ്ണിന് തനിയെ ഒരു പാത്രമായി ശില്പമായി മാറാനായിട്ട് കഴിയില്ല, ഒരു പോട്ടർ വേണം. കളിമണ്ണ് തന്നെ അവിടെ കിടന്ന് കുഴയുകയും ഇളകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഷേപ്പ്ലെസ് ആയ ഒരു ലംബായിട്ട് അതങ്ങനെ തീരുമെന്നേ ഉള്ളൂ. പക്ഷേ ഒരു ഡിസൈനറുടെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ ചിന്തയിലും ഗൈഡൻസിലുമാണ് അതൊരു ശില്പമായിട്ടൊരു നല്ല പാത്രമായിട്ട് മാറുക. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ വലിയ ഡിസൈൻ താല്പര്യം മനസ്സിലാക്കി അതിനനുഗുണമായി ഞാൻ പ്രവർത്തിക്കുന്നതാണ് എൻ്റെ സന്തോഷവും സ്വാതന്ത്ര്യവും സാക്ഷാത്കാരവും ഒക്കെ. ഇല്ലെങ്കിൽ ജസ്റ്റിൻ രാവിലെ പറഞ്ഞ പോലെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വലിയ വിശാല ആസ്വാദനത്തിൻ്റെ വലിയ തലം വിട്ടിട്ട് മണ്ണപ്പം ചുട്ട് കളിക്കുന്ന, ഞാനിപ്പോഴും മണ്ണിൽ ചിരട്ട കൊണ്ട് അപ്പം ഉണ്ടാക്കി കളിച്ചോളാം എന്ന് പറയുന്ന ആ തലത്തിൽ നമ്മൾ ചുരുങ്ങിപ്പോവുക. C.S. ലൂയിസിൻ്റെ ഒരു പ്രസ്താവനയാണത്. സമഗ്രമായ വളർച്ചയ്ക്ക് നിബന്ധനകളുണ്ട്, ഗൈഡൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്. ഒരു ഗിറ്റാർ, അതിൻ്റെ എത്ര കമ്പിയാണ്? 4-5 കമ്പിയില്ലേ? അത് ചിലപ്പോൾ കൂടെ ഉണ്ട്, ഇല്ല 6, ശരി, ഓരോ സ്ഥലത്ത് ഓരോ പോലെ. അപ്പം അത് അതിൻ്റെ ടെൻഷൻ, ആ ടെൻഷൻ ഇല്ലെങ്കിൽ അത് ശബ്ദമില്ല എന്നുള്ളതാണ്. ഒരു പട്ടം, അതിൻ്റെ ആ നൂലിൻ്റെ ആ പിടിയും വലി ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്നതാണ്. അത് വിട്ടുപോയാൽ പട്ടം, അല്ലേ, പട്ടത്തിൻ്റെ ആ ഒരു നിലനിൽപ്പ് അത് വീണുപോകും, അത് തെറ്റിപ്പോകും. അതൊക്കെ അപ്പം നിയന്ത്രണങ്ങൾ തെറ്റല്ല, നിയന്ത്രണങ്ങളും ഗൈഡൻസും ഫാക്ട്സ്, ട്രൂത്ത്, അതാണ് നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് പ്രയോജനത്തിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ശരി നിർണ്ണയിക്കുന്നത് ഫാക്ട്സിൻ്റെയും ട്രൂത്ത്സിൻ്റെയും അടുത്താണ്. നമ്മളൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ കാണാൻ നല്ല രസം, വണ്ടി ഇതേ പൈസ കൊടുത്ത് വാങ്ങുമല്ല, കാണാൻ രസമുണ്ട്, നോക്കുമ്പോൾ അയ്യോ അത് വർക്ക് ചെയ്യില്ല, അതിൻ്റെ ഇതില്ല അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ, ഫീച്ചേഴ്സൊക്കെ നോക്കുമല്ലോ. എല്ലാം കൂടെ നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ ആ വണ്ടി വാങ്ങും. അപ്പം എൻ്റെ ഇഷ്ടം ഫാക്ട്സിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ, സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം എൻ്റെ ഇഷ്ടം. അപ്പോൾ മാത്രമേ അത് പ്രയോജനകരമായിട്ട് തീരൂ. നമ്മുടെ ഫീലിങ്സൊക്കെ പ്രധാനപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം വലിയ കാര്യമാണ്, പക്ഷേ അതിന് ഗൈഡൻസ് ഉണ്ട്, അതിൻ്റെ നിയതമായിട്ടുള്ള ആ രീതികളുണ്ട് എന്നുള്ളതാണ്. വി ഷുഡ് ബിൽഡ് അവർ ലൈഫ്സ് ഓൺ സോളിഡ് റോക്സ്. ഒരു ഉറപ്പുള്ള യാഥാർത്ഥ്യങ്ങളുടെ, സത്യങ്ങളുടെ ഉറപ്പുള്ള ആ പാറയിൽ വേണം നമ്മുടെ ജീവിതത്തെ പണിയാൻ. ഇല്ലെങ്കിൽ അത് മണലിൽ പണിതുപോലെ തകർന്നു പോകും. കൊലോസ്യലേഖനം 3:9 നമ്മൾ വായിക്കുന്നുണ്ട്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന്. ന്യൂ സെൽഫ്, ഓൾഡ് സെൽഫ് എന്നുള്ളൊരു കമ്പാരിസനാണ്. നമ്മുടെ ഓൾഡ് സെൽഫ് എന്ന് പറയുന്നത് ഞാൻ പാപത്താൽ വീണുപോയ ആ പാപപ്രകൃതിയിൽ തിന്മയുടെയും അനഭിലഷണീയമായ ഫീലിങ്സിൻ്റെയും താല്പര്യങ്ങളുടെയും ഒക്കെ നിയന്ത്രണത്തിലുള്ള എൻ്റെ ഞാൻ എന്നുള്ളതിനെ കുരിശിൽ തറച്ചിട്ട് നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പുതിയ ഒരു സെൽഫിനെ, അതായത് ദൈവവചനം, ദൈവത്തിൻ്റെ വഴികൾ, നിശ്ചയങ്ങൾ, അതിനോട് താതാത്മ്യപ്പെടുന്ന പുതിയൊരു സെൽഫ്, അതാണ് നമ്മുടെ ജീവിതത്തെ നിത്യജീവനാക്കി ശാശ്വതമായ പ്രയോജനമുള്ള ജീവിതമായി തീരുന്നത്. അപ്പം നമുക്ക് തോന്നലുകളിലല്ല നമ്മളുടെ യഥാർത്ഥ സന്തോഷം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ദൈവം എന്നെ ആരായിരിക്കാനായിട്ട് ഡിസൈൻ ചെയ്ത് എന്നെ സൃഷ്ടിച്ചോ അതിനോട് താതാത്മ്യം, ആ അലൈൻമെൻറ്റ് പ്രാപിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ഒരു റിയൽ ജോയ്ഫുൾ, അല്ലെങ്കിൽ ഹാപ്പി, കംപ്ലീറ്റ്, സക്സസ്ഫുൾ ലൈഫായി തീരുന്നത് എന്നാണ്. നമുക്ക് എന്താണ് പറഞ്ഞു നിർത്താനായിട്ടുള്ളത്? ഐ വിൽ നോട്ട് ഫോളോ മൈ ഫീലിങ്സ് ബ്ലൈൻഡ്ലി. ഞാൻ എൻ്റെ തോന്നലുകൾക്കനുസരിച്ച് അങ്ങനെ അങ്ങ് പാറിപ്പോകുന്ന ഒരാളായിരിക്കില്ല. ബട്ട് ഐ വിൽ ഫോളോ ട്രൂത്ത് വിത്ത് വിസ്ഡം. സത്യത്തെ ജ്ഞാനത്തോടെ സ്വീകരിക്കുന്ന, യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കും. യാഥാർത്ഥ്യം എന്നുള്ളതിൽ ദൈവവും ബൈബിളും സഭയും മോറൽ പ്രിൻസിപ്പിൾസും മറ്റുള്ള ശരികളെ പറഞ്ഞ മറ്റുള്ളവരും എല്ലാം ഉൾപ്പെട്ടതാണ്. അതിനെ തള്ളിക്കളഞ്ഞിട്ട് നിഷ്കാസനം ചെയ്തിട്ട് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും വിജയവും നേടാം എന്ന് വിചാരിക്കുന്നത് വലിയൊരു മരീചികയാണ്, ഒരു മിറാഷ് പോലെയാണ്, വെറും നടക്കില്ലാത്ത ഒരു സങ്കല്പമാണ്. ഹാപ്പിനെസ് പ്ലസ് റെസ്പോൺസിബിലിറ്റി, അതാണ് ശരിയായ ജീവിതം. ബാലൻസ്, സന്തോഷവും ഉത്തരവാദിത്തങ്ങളും, അതിൽ മറ്റുള്ളവർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നന്മ, അവരുടെ സുഖം, അവരുടെ താല്പര്യം, അവരുടെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം,
അതും എൻ്റെ സന്തോഷവും എൻ്റെ സ്വാതന്ത്ര്യവും അതിനെ കമ്പൈൻ ചെയ്യുന്ന ബാലൻസാണ് ശരിയായ ജീവിതം. അതിനെയാണ് ഡ്യൂട്ടിഫുൾ ഡിലൈറ്റ് അല്ലെ ട്രൂത്ത്ഫുൾ ത്രൈവിങ് എന്ന് ഞാൻ എഴുതിയത്. ആ ഒരു ശരിയായിട്ടുള്ള ആ ഒരു ബാലൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഈ ചർച്ചയും തുടർന്നുള്ള ചർച്ചകളും നമ്മളെ സഹായിക്കും.